ആളുകൾ വരുന്നതുകൊണ്ട് ഞാൻ സൈഡിൽ എവിടെയെങ്കിലും കൊടുത്താൽ മതി. ദൈവത്തിനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വളരെ ബഹുമാന്യനും പ്രിയപ്പെട്ടവരുമായ ജോൺ മാർത്തി പ്രബലച്ച്, അതുപോലെ സന്നിഹിതരായിരിക്കുന്ന ബഹുമാനപ്പെട്ട ജോസഫ് പുത്തൻവീട്ടിലച്ച്, ബഹുമാന്യരായ സന്യസ്തരെ, പ്രിയ വേദാധ്യാപകരെ, ഇന്ന് നിങ്ങളോടൊപ്പം ഇവിടെ വന്നു ചേരുവാനുള്ള ക്രമീകരണങ്ങളെല്ലാം ചെയ്തത് ബഹുമാനപ്പെട്ട ജോണച്ചനാണ്. അച്ഛനത് നിങ്ങളോട് പറഞ്ഞു. എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ വർഷം അച്ഛന് മുമ്പിരുന്ന ദേവാലയത്തിൽ ഒരു ക്ലാസ് ക്രമീകരിക്കണം എന്ന് ആഗ്രഹിച്ച് അന്ന് ഇതെല്ലാം ക്രമീകരിച്ച് വെച്ചതാണ്. പക്ഷെ ഇന്ന് നിങ്ങളോടൊപ്പമാണ് ദൈവം അതിന് ഇടയാക്കിയത്. ഇന്ന് നിങ്ങളോടൊപ്പം ചിന്തിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് നമ്മുടെ കേരളത്തിലെ ക്രൈസ്തവ സഭയുടെ പൊതുചരിത്രം സംബന്ധിച്ചുള്ളതായ ചില കാര്യങ്ങളാണ്. എനിക്കറിയാം വിവിധ പ്രായത്തിലുള്ള ആളുകളുണ്ട്. എല്ലാവർക്കും മനസ്സിലാകുന്നത് അതിലേറ്റവും കുഞ്ഞുങ്ങളായിരിക്കുന്നവരുടെ ലെവലിലേക്ക് താഴാമെങ്കിൽ എല്ലാവർക്കും മനസ്സിലാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലാകാത്ത ഏതെങ്കിലും ഭാഗങ്ങളുണ്ടെങ്കിൽ അത് ഒന്നുകിൽ അന്നേരം തന്നെ ചോദിക്കാം, അതല്ലെങ്കിൽ ക്ലാസിൻ്റെ അവസാനം അല്പസമയം നമുക്ക് വേർതിരിച്ച് വെച്ചിട്ട് കൂടുതൽ ചോദിക്കാനായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. എല്ലാത്തിനും ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം പറയാൻ ഞാൻ അപ്രാപ്തനാണെന്ന് എന്നെപ്പോലെ തന്നെ നിങ്ങൾക്കും അറിയാം. എനിക്കറിയാവുന്ന കാര്യങ്ങൾ മറുപടി പറയാം, അല്ലാത്ത കാര്യങ്ങൾ നമുക്ക് ഒന്നിച്ച് അന്വേഷിക്കുകയും ചെയ്യാം. മലങ്കര അല്ലെങ്കിൽ കേരളത്തിലെ ക്രൈസ്തവ സഭകൾ എന്ന് പറയുന്നത് പൊതുവെ അതിന് സുറിയാനി സഭകളുടെ ഒരു പൊതു പശ്ചാത്തലമാണ് നമുക്കുള്ളത്. കേരളത്തിലെ സുറിയാനി സഭകൾ എന്ന് പറയുമ്പോൾ ഒന്നാമതായിട്ട് നിങ്ങൾക്ക് ഏറ്റവും പരിചയമുള്ളത് സീറോ മലബാർ സഭ. അപ്പോൾ ഈ സീറോ മലബാർ സഭയിലെ സീറോ എന്താണ്? എന്തിന്റെ ഒരു ഷോർട്ട് ഫോം? അത് സുറിയാനി അല്ലെങ്കിൽ സിറിയക്ക് എന്നുള്ളതിന്റെ ഷോർട്ട് ഫോമിലാണ് അത് അറിയപ്പെടുന്നത്. ഇനിയും കേരളത്തിൽ തന്നെ യാക്കോബായ സഭയുണ്ട്, ഓർത്തഡോക്സ് സഭയുണ്ട്, കൽദായ സഭയുണ്ട്. അത് തൃശ്ശൂർ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ചെറിയ സഭയാണ്. അതുകൂടാതെ മലബാർ ഇൻഡിപെൻഡന്റ് സിറിയൻ ചർച്ച് എന്ന പേരിലൊരു സഭയുണ്ട്. അതും കുന്നംകുളത്തിനടുത്തുള്ള ഒരു വളരെ പ്രാദേശികമായിട്ടുള്ള ഒരു ചെറിയ കൂട്ടായ്മയാണ്. പക്ഷെ അവർ ഈ സുറിയാനി പൈതൃകമാണ് അവർ പരിപാലിച്ചു പോകുന്നത്. ഇത് കൂടാതെ കത്തോലിക്ക സഭയിലേക്ക് 1930 ചേർന്ന സീറോ മലങ്കര ചർച്ച്, ആ സഭ താരതമ്യേന മറ്റ് സഭകളുടെ അത്രയും അംഗബലമില്ലെങ്കിലും നമ്മുടെ സമൂഹത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരു സഭാവിഭാഗമാണ്. ആ സഭയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആ സഭയുടെ ഇപ്പോഴത്തെ മലങ്കരയിലെ തലവനാരെന്ന് പറയണോ? പത്രത്തിലെങ്ങനെ വായിച്ച ഓർമ്മയുണ്ട്? പിള്ളേർ തൊട്ട് പെരിയോർ വരെ പറയാം. ക്ലീമീസ് കാതോലിക്കോ. അപ്പോ ഇങ്ങനെ വിവിധ കൂട്ടായ്മയിലായിട്ട് അല്ലെങ്കിൽ ഹൈറാർക്കിയിൽ പല സഭാ സമൂഹങ്ങളുണ്ട്.
അപ്പോൾ ഈ സഭകൾക്കെല്ലാം പൊതുവായിട്ടുള്ള ചില പൊതു പൈതൃകങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ പാരമ്പര്യങ്ങളെ കുറിച്ചുള്ള അതിൻ്റെ പശ്ചാത്തലമാണ് ഇന്ന് നിങ്ങളോടൊപ്പം പങ്കിടാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിലൊന്നാമത്തേത് നമ്മുടെ മാർത്തോമൻ പൈതൃകം. ഞാൻ എത്ര സഭകളുടെ പേര് പറഞ്ഞു? ഇപ്പൊ തന്നെ മറന്നുപോയി. പിന്നെ നാളെ ആകുമ്പോഴത്തേക്കോ സീറോ മലബാർ സഭ, സീറോ മലങ്കര, യാക്കോബായ, ഓർത്തഡോക്സ്, കൽദായ, മലബാർ. അപ്പൊ ഈ 6 സഭകളെ കുറിച്ച് ഇങ്ങനെ കേൾക്കുക. ഞാൻ ഈ പറയുന്നതിന്റെ പൈതൃകം ഈ 6 സഭയ്ക്ക് പൊതുവായിട്ടുണ്ട്. ഈ 6 സഭകളും മാർത്തോമ പൈതൃകത്തിൽ വിശ്വസിക്കുന്ന സഭയാണ്. മാർത്തോമ പൈതൃകം എന്ന് പറയുമ്പോൾ നമ്മുടെ അതിലെ അടിസ്ഥാന വിശ്വാസം നമ്മെ നമ്മുടെ പൂർവികരെ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് ആനയിച്ചത് വിശുദ്ധനായ മോർ തോമസ് ലീഗാണ് എന്നുള്ളത്. ഈ പിതാക്കന്മാരുടെ പരിശുദ്ധന്മാരുടെ ഒക്കെ പുറകിൽ എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ഒരു വാക്കുണ്ട്. ഏതാ? തോമസ് ലീഗായുടെ ഞാൻ പറഞ്ഞത് ക്ലീമിയസ് സിനിമയുടെ പേര് പറഞ്ഞപ്പോഴും പറഞ്ഞത് മാർ പറഞ്ഞ കേട്ടില്ല. വിശുദ്ധനല്ല. അത് നമ്മുടെ ഇവിടെ വിശുദ്ധന്മാർക്ക് വേണ്ടി ഇപ്പം അച്ഛൻ പ്രാർത്ഥന നടത്തിയില്ലേ, അതിൻ്റെ ആ ലിസ്റ്റിലുള്ള കാര്യമല്ല. അത് വിശുദ്ധന്മാരെ സുറിയാനിൽ കദീശന്മാരെന്ന് പറയും, ഈസ്റ്റ് ഗ്രീക്കിലാണ് കദീശന്മാരെന്ന് പറയും. അതല്ല, മാറുന്ന പൗരസ്ത്യ സുറിയാനിയിൽ പറയുന്നത് ഞങ്ങൾക്ക് ഉപയോഗിക്കുന്നത്, ഞങ്ങളെ ഓർത്തഡോക്സുകാരെ അതുപോലെ മലങ്കര കത്തോലിക്കര് അവരെല്ലാം ഉപയോഗിക്കുന്നത് വെസ്റ്റ് സ്ത്രീക്ക്. ആ വെസ്റ്റ് സ്ത്രീക്കിൽ ഇതിന് മോർ എന്ന് പറയും. അപ്പൊ ഞാൻ എൻ്റെ ഈ ക്ലാസ്സിനിടയ്ക്ക് മാറെന്നും മോറെന്നും മാറി മാറി ഉപയോഗിക്കും. നിങ്ങളെ ഞാൻ മാറാൻ പറഞ്ഞാൽ നിങ്ങൾ മാറണ്ട, മോറെന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറയ്ക്കുകയും വേണ്ട. രണ്ടും ഒന്നാണ് മനസ്സിലാക്കുക. ഇനി എൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കുക. എൻ്റെ അർത്ഥം മോർ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മാർ എന്ന് പറഞ്ഞാൽ എൻ്റെ പിതാവാണ്. അപ്പോൾ മാർത്തോമാസ് ലീഗ എന്ന് പറഞ്ഞാൽ നീ അത് മലയാളീകരിച്ചാൽ എങ്ങനെയിരിക്കും? എൻ്റെ പിതാവായ തോമസ് ലീഗ. ഇങ്ങനെയാണ് പിതാക്കന്മാരെ കുറിച്ചും ഒക്കെ നമ്മൾ പറയുന്നത്. അപ്പോൾ മാർ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് സാന്ദർഭികമായിട്ട് ഞാൻ പറഞ്ഞതാണ്. ഇപ്പോൾ മാർത്തോമാസ് ലീഗ കേരളത്തിലേക്ക് വന്നു എന്നതാണ് നമ്മുടെ ഈ 6 സഭകളുടെ പൊതു പൈതൃകം. അത് നിങ്ങൾക്കും ആ വിശ്വാസം ചെറുപ്പം മുതലേ മനസ്സിലുണ്ട് എന്നാണ് എൻ്റെ ബോധ്യം. ഇനി ചില ആളുകൾക്ക് സംശയം പറയും, ഇതെങ്ങനെയാണ്, ഇത് സാധിക്കുന്ന കാര്യമാണ്. എത്ര കൊല്ലം മുമ്പാണ് മാർത്തോമാസ് ലീഗ വന്നത്? അച്ഛൻ ക്ലാസ്സിൽ വന്നത് ഞങ്ങളോട് ചോദ്യം ചോദിക്കാനാണ് നേരെ. എന്നാ മാർത്തോമാസ് ലീഗ പറഞ്ഞത്? നമ്മുടെ പാരമ്പര്യം പ്രകാരം AD 92 12 52. ഇപ്പൊ AD 52 വന്നതെങ്കിൽ ഇപ്പൊ എത്ര ഇത്രയും കൊല്ലങ്ങൾക്ക് മുമ്പേ അന്ന് വിമാനവുമില്ല, വലിയ കപ്പലുമില്ല, യാത്രകളൊന്നും ഇതുപോലെ സുഗമമായിട്ടില്ല. അങ്ങനെയുള്ളൊരു കാലത്ത് പറയുന്ന ഈ നമ്മുടെ പൈതൃകം അല്ലെങ്കിൽ ആ പൈതൃക ചരിത്രം ഒരു ഊഹാപോഹമാണ് എന്ന് ചിന്തിക്കുന്ന നമ്മുടെ ആളുകളുണ്ട്. ഈ മാർത്തോമ ക്രിസ്ത്യാനികളിൽ തന്നെ ഉള്ളവരുണ്ട്. പ്രൊട്ടസ്റ്റന്റുകാരെ കുറിച്ച്
ശക്തമായി എതിർക്കുന്നവരുണ്ട്. ഒരു പ്രൊട്ടസ്റ്റന്റ് ആർച്ച് ബിഷപ്പ് ഒരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്, ഇന്ത്യയിൽ മാർത്തോമാ ശ്ലീഹ വന്നിട്ടില്ലെന്നുള്ള വാദം പുസ്തകമായി. അതേ തുടർന്ന് പലരും MGS നാരായണനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? ആരദ്ദേഹം? കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു ചരിത്ര അധ്യാപകനും ചരിത്ര ഗ്രന്ഥങ്ങളുടെ സ്രഷ്ടാവുമൊക്കെയാണ് അദ്ദേഹം. ഏതായാലും നമ്മുടെ ഈ പാരമ്പര്യം വിശ്വസിക്കുന്നില്ല. അദ്ദേഹം പറയുന്നത് യാതൊരു കാരണവശാലും ക്രിസ്ത്യാനികളുടെ ഈ ചരിത്രം സ്വീകാര്യമല്ലെന്ന്. അദ്ദേഹം ദേശീയ ചരിത്ര ഗവേഷക കൗൺസിലിന്റെ ചെയർമാനൊക്കെ ആയിരുന്നതാണ്. പക്ഷെ അദ്ദേഹം അവരൊക്കെ പറയുന്നത് മാർത്തോമാ ശ്ലീഹ വന്നിട്ടില്ലെന്നല്ല കേട്ടോ, മാർത്തോമാ ശ്ലീഹ വന്നതിന്റെ ചരിത്രപരമായ തെളിവുകൾ ഇല്ല എന്ന് പറയുന്നത്. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ നമ്മളും എന്നാ പഠിപ്പിക്കുന്നതും പഠിക്കുകയും ചെയ്യുന്നത് നമ്മുടെ വിശ്വാസത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള നമ്മുടെ പൈതൃകത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ അതിനെ കാണുന്നത്. അപ്പോൾ ഞാൻ MGS നാരായണനോട് ആദ്യത്തെ ഒരു ഭാഗത്തിന് യോജിക്കുക. അതായത് മാർത്തോമാ ശ്ലീഹ ഇന്ത്യയിൽ വന്നതിന് സമകാലീന രേഖകളോ ലിഖിതങ്ങളോ അതുപോലെ പ്രൈമറി ഡോക്യുമെന്റ് എന്ന് ചരിത്രകാരന്മാർ പറയും. പ്രൈമറി ഡോക്യുമെന്റ് ഒന്നും അവശേഷിപ്പിച്ചിട്ടില്ല. അതിന്റെ കാര്യം എന്നറിയോ? തോമാ ശ്ലീഹ ഇന്ത്യയിൽ വന്നത് ചരിത്ര തെളിവ് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടല്ല. നിങ്ങളുടെ ഈ പള്ളി സ്ഥാപിച്ച ചിലരുടെ ശിലാപലകമൊക്കെ കാണാം. ഇന്ന വർഷം മാർത്തോമാ ശ്ലീഹ വന്നപ്പോൾ ഏതായാലും പാവം അന്ന് പാർക്കറ്റിൽ എഴുതി വെക്കാനൊന്നും തയ്യാറായില്ല. അതുകൊണ്ട് ചരിത്രപരമായിട്ടുള്ള രേഖയില്ല. പക്ഷേ ആ ചരിത്ര രേഖകൾ ഇല്ലാതെ വരുമ്പോൾ ആശ്രയിക്കുന്ന 2-3 വേറെ മാർഗങ്ങളുണ്ട്. ഒന്ന്, അക്കാലഘട്ടങ്ങളിലെ ഇവിടെ തോമാ ശ്ലീഹയ്ക്ക് വരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നോ എന്നുള്ളതാണ് മറ്റൊരു പഠന വിഷയം. ഞാൻ പറഞ്ഞു, നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് സംശയമില്ലാത്ത നമ്മുടെ പൈതൃകം. പക്ഷെ ആ പൈതൃകം വെറുതെ ഒരു ചരിത്ര അന്നത്തെ ശിലാലേഖകൾ ഉണ്ടെങ്കിലേ ചരിത്രമാകുള്ളൂ. അല്ലാത്തതല്ലേ 2000 കൊല്ലം കൊണ്ട് നശിച്ചു പോകും. ഓലയിൽ എഴുതി വെച്ചാലും അങ്ങനെയൊക്കെ ഉള്ളത് 100-300 കൊല്ലത്തിനപ്പുറത്തെ അവശേഷിക്കത്തില്ല. അത് പുസ്തകം എഴുതാൻ കടലാസില്ല. ഉണ്ടോ? കടലാസിനാണ് അതോ അന്നത്തെ പത്രത്തിലുണ്ട്? അന്ന് പത്രമുണ്ടോ? ഇല്ല. ന്യൂസ് പേപ്പറില്ല. അപ്പൊ അങ്ങനെ അന്ന് ചരിത്രം ഇവിടെ ഇതുപോലെ അന്നായിട്ട് എഴുതി വെച്ചിട്ടുള്ള ചരിത്രങ്ങളൊന്നുമില്ല. അഥവാ അവരുണ്ടായിരുന്നത് നശിച്ചു. അപ്പൊ പിന്നെ പല കാര്യങ്ങളും മാർത്തോമാ ശ്ലീഹയുടെ കാര്യം മാത്രമല്ല, ലോകത്ത് സംഭവിച്ചിട്ടുള്ള പല കാര്യങ്ങളെ കുറിച്ച് ഇതുപോലെ പ്രൈമറി ഡോക്യുമെന്റ്സ് ഇല്ല. എന്നാൽ സാഹചര്യപരമായിട്ട് നമുക്ക് അങ്ങനെ ഒരു സാധ്യതയുണ്ടോ എന്നുള്ളതാണ് ഒന്നാമത്തെ വിഷയം. ആ വിഷയത്തിൽ ഒന്നാമതായിട്ട് നമ്മൾ കാണേണ്ടത് AD 1-ാം നൂറ്റാണ്ടിന്റെ പകുതിയോടുകൂടി മധ്യപൗരസ്ത്യ ദേശത്ത് നിന്ന് കേരളത്തിലേക്ക് ഒരാൾക്ക് വരാൻ സാധിക്കുമായിരുന്നോ എന്നുള്ളതാണ്. ഞാനൊരു കടലാസ് കാണിച്ചാൽ എവിടം വരെ കാണുമെന്നുള്ളത് എനിക്ക് സംശയമുണ്ട്. നിങ്ങളിങ്ങനെ പുറകോട്ട് ഇങ്ങനെ നീങ്ങിയിരിക്കുന്നതുകൊണ്ട് ആർക്കൊക്കെ എവിടം വരെ എത്തും? അവിടം വരെ കാണാമോ? അന്നേരം ഒന്നാം തരം കാണാം. അപ്പൊ അത് ഇത് ഞാൻ ഇവിടെ ഫ്രണ്ടിൽ ഇരിക്കുന്നവരെന്ന് കണ്ടതിന് ശേഷം പുറകോട്ട് കൊടുത്തോളൂ. ഇത് ഈ AD 1-ാം നൂറ്റാണ്ടിലെ ഒരു മാപ്പാണ്, ചെറിയൊരു മാപ്പ്. ആ മാപ്പ്
മാപ്പിൽ കൊടുത്തിരിക്കുന്ന ചില പട്ടണങ്ങളൊക്കെ അത് വായിച്ചാൽ ജെറുസലേം, ആന്റിയോക്ക്, എഡേസ, മൂസൽ, സെലൂക്കിയ, സെലിഫോൺ, ബസ്ര, റിവാദർഷി, പിന്നെ ഇങ്ങോട്ട് താഴോട്ട് വന്നു കഴിയുമ്പോൾ പേർഷ്യൻ ഗൾഫ്, നമ്മൾ ആ കോസ്റ്റൽ ഏരിയയിൽ കൂടി ഇങ്ങോട്ട് പോന്നാൽ സൂറത്ത്, കല്യാൺ, ബോംബെ, ഗോവ, കാലിക്കറ്റ്, ക്രാങ്കന്നൂർ, കൊച്ചിൻ, കൊല്ലം, ഇങ്ങനെയൊക്കെയുള്ള പട്ടണങ്ങളെയൊക്കെ ഇതിൻ്റെ അകത്ത് മാർക്ക് ചെയ്തു. ഇവിടെ രണ്ട് നദികളായി കാണുന്നത്. യൂഫ്രട്ടീസ് ആൻഡ് ടൈഗ്രീസ് എന്ന് പറയുന്ന രണ്ട് നദികൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതായത് മധ്യധരണ്യ മെഡിറ്ററേനിയൻ സീ, മധ്യധരണ്യ ആഴി എന്നല്ലേ പറഞ്ഞത്, മെഡിറ്ററേനിയൻ സീയുടെ മലയാളം. അപ്പൊ അതിന്റെ തീരത്ത് നിന്ന് ഈ മെസൊപ്പൊട്ടോമിയയിലെ ഇന്നും നിലനിൽക്കുന്ന രണ്ട് സുപ്രധാന നദികളാണ് ഈ യൂഫ്രട്ടീസ്, ടൈഗ്രീസ് നദികൾ. ആ നദികളിൽ ആണ് അന്ന് സഞ്ചാരത്തിനും അതുപോലെ ഈ നമ്മുടെ വാണിജ്യ വസ്തുക്കൾ മറ്റു സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാനൊക്കെ ഉപയോഗിച്ചിരുന്ന മുഖ്യമായ മാർഗം. ആലപ്പുഴയ്ക്ക് സമീപസ്ഥരായ നിങ്ങളോട് ഞാൻ പറയേണ്ട കാര്യമില്ല. ഒരു 50 കൊല്ലം മുമ്പ് ആലപ്പുഴ നമ്മുടെ ഈ പ്രദേശത്തിൻ്റെ വാണിജ്യ തലസ്ഥാനമായിരുന്നു. ഈ കിഴക്ക് പ്രദേശത്ത് ഇരുന്നുള്ള കുരുമുളകും കോപ്രായും ഇങ്ങനെയുള്ള സകല സാധനങ്ങളും ആ ചെറിയ കെട്ടുവള്ളത്തേലും കാളവണ്ടിയിലും ഒക്കെ വന്ന് ഇവിടുന്ന് ആലപ്പുഴ കൊണ്ടുപോയി അവിടുന്ന് വെച്ചിട്ട് അത് കയറ്റുമതി നടത്തുന്ന ആ സമ്പ്രദായം ഓർത്താൽ നമുക്ക് ഈ ജലഗതാഗത മാർഗങ്ങളാണ് അന്ന് പ്രാഥമികമായിട്ട്. ഈ രണ്ട് നദികളിലൂടെ ഈ യാത്രാ കപ്പലുകളൊന്നില്ല, ഈ വാണിജ്യ കപ്പലുകളിലൂടെ ആരെയും സഞ്ചാരികളൊക്കെ കയറിയാൽ അവർക്ക് ഈ പേർഷ്യൻ ഗൾഫിൽ അടുത്ത് ഇന്നത്തെ ഇറാഖിൻ്റെ ഒരു സമുദ്ര തീരത്തുള്ള ഒരു പട്ടണത്തിൻ്റെ പേരാണ് ബസ്ര. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ബസ്ര തുറമുഖം. അവിടുന്ന് നേരെ പേർഷ്യൻ ഗൾഫിലേക്കാണ്. ഇപ്പോൾ പേർഷ്യൻ ഗൾഫിൽ നിന്ന് ഇത്രയും ദൂരം യാത്ര ചെയ്താൽ ഇന്ത്യയിലെത്തി. നിങ്ങളിത് കണ്ടോ? ഈ മാപ്പിന്റെ റേഷ്യോ നോക്കിയാൽ യൂഫ്രട്ടീസ്, ടൈഗ്രീസ് നദികൾ ഇത്രയും ദൂരമുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്ത് വരുമ്പോൾ ഗൾഫ്, അറേബ്യൻ ഗൾഫ്, പേർഷ്യൻ ഗൾഫ്, ഉൾക്കടല്, അവിടെ കഴിഞ്ഞത് ഇങ്ങോട്ട് അവിടെ തൊട്ട് ഇവിടെ ഇന്ത്യ വരെയുള്ള ഡിസ്റ്റൻസ് ഒരുപോലെ. മൂന്നായിട്ട് തിരിച്ചാൽ യൂഫ്രട്ടീസ് നദിയിൽ നിന്ന് ബസ്ര വരെ പോകുന്ന ദൂരമുണ്ടെങ്കിൽ ഈ പേർഷ്യൻ ഗൾഫിൽ നിന്ന് ഇന്ത്യയിൽ എത്തിച്ചാൽ ഈ വാണിജ്യ മാർഗം അന്നു മുതൽ കച്ചവടക്കാർ ഉപയോഗിച്ചിട്ടുണ്ട്. എന്നല്ല, അതിന് മുമ്പേ ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം കേരളത്തിൻ്റെ ഒരു വളരെ അമൂല്യമായ ഒരു വിഭവം ഉണ്ടായിരുന്നു. ഒരെണ്ണത്തിൻ്റെ പേര് പറയോ? കുരുമുളക്. മറ്റൊന്ന് ഏലം, ഗ്രാമ്പു. ഇങ്ങനെയൊക്കെയുള്ള ഇവിടെ മാത്രം ഉണ്ടാകുന്ന സുഗന്ധവിളകൾ. അതുകൊണ്ട് കേരള തീരവുമായി അറബികൾക്ക് വലിയ യാത്രാബന്ധങ്ങളുണ്ട്. അവരിവിടെ വന്ന് ഇവിടുത്തെ സുഗന്ധദ്രവ്യങ്ങളും വാങ്ങി ചൈനയിൽ നിന്ന് കൊണ്ടുവരുന്ന ചൈനീസ് സിൽക്ക്,
അതുമൊക്കെ ഇവിടെ കാരണം നമ്മുടെ കേരളത്തിനുമായിട്ട് ബന്ധപ്പെടാതെ സിൽക്ക് റൂട്ട് എന്ന് കേട്ടിട്ടുള്ള ചരിത്രം പഠിച്ചിട്ടുള്ളവർക്കറിയാം. ഞാൻ അതെല്ലാം വിശദീകരിക്കുന്നില്ല. സിൽക്ക് റൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ ആലപ്പുഴയിലും ഷേക്സ്പിയർ കൃതികളിലൊക്കെ ആലപ്പുഴയെ കുറിച്ചും സിൽക്ക് റൂട്ടിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അത് അവിടുന്ന് ഇങ്ങനെ വന്ന് പേർഷ്യയിൽ വന്ന് പേർഷ്യയിൽ നിന്ന് അഫ്ഗാനിസ്ഥാൻ വഴി ഇപ്പോഴത്തെ പാകിസ്ഥാന്റെ മുകളിലൂടെ നമ്മുടെ ഹിമാലയൻ സ്ഥാനങ്ങളുടെ ഇടയിലൂടെ ഒരു വഴി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ചൈനക്കാരും. അന്നത്തെ ലോകസഞ്ചാരത്തിൽ ബൈ റോഡ് യാത്ര അങ്ങനെ. അപ്പോൾ ചൈനയ്ക്ക് അന്ന് ബൈ റോഡ് എന്ന് പറയുമ്പോൾ കാളപ്പുറത്തോ കഴുതപ്പുറത്തോ ഒട്ടകത്തിന്റെ പുറത്തൊക്കെ ആണെന്ന് നിങ്ങൾ വിചാരിച്ചോണം. അപ്പൊ ഇങ്ങനെ പോകുന്ന സിൽക്ക് അവരവിടുന്ന് കേരളത്തിലെ പണക്കാർക്ക് വേണ്ടിയിട്ട് കൊണ്ടുവരും. അപ്പൊ ഈ സുഗന്ധദ്രവ്യങ്ങൾ അങ്ങോട്ട് അവർ കൊണ്ടുപോകും. വേറെ വിഭവം കൂടി അവരിങ്ങോട്ട് കൊണ്ടുവരും. എന്നറിയാമോ? ഏറ്റവും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു ഫലം നമ്മുടെ ഇവിടെ ഉണ്ടാകുകയില്ലാത്തതാണ്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. ഇവിടെ എല്ലാ പെരുന്നാളും അതിന്റെ കച്ചവടക്കാർ വരും. അതിന്റെ ലീസ്റ്റ് ക്വാളിറ്റി കൊണ്ട് അവർ വരുന്നെന്നുള്ളതേ ഉള്ളൂ. ഈന്തപ്പഴം. അറബികൾക്ക് ഈന്തപ്പഴം ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല. അവർക്ക് നല്ല ബെസ്റ്റ് വെറൈറ്റി ഈന്തപ്പഴം രാവിലെ ഒരെണ്ണം തിന്നാൽ ഒരു ദിവസത്തേക്ക് അവർക്ക് ആവശ്യമുള്ള പ്രോട്ടീനും അതുപോലെ മറ്റ് ശരീരത്തിന് ആവശ്യമായ താരങ്ങളൊക്കെ കിട്ടും. അപ്പൊ ഇത് കൊണ്ടുകൊണ്ട് ബെസ്റ്റ് ക്വാളിറ്റി ഡേറ്റ്സ് ഈന്തപ്പഴം. അപ്പൊ ഈ അറബികളെ നോക്കിയിരിക്കും നമ്മുടെ ആളുകൾ. അറബികൾ ഇവിടെ നോക്കിയിരിക്കും. ഞാൻ നിനക്ക് ഇച്ചിരി രസമുള്ളതെന്ന് പറയാം. ഇവിടൊക്കെ ഈ ജനപ്രദേശമാണ്. ഇവിടെ കുരുമുളക് ഉണ്ടാകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഉണ്ടാകുന്നുണ്ട്. കുരുമുളക് തിരിയെന്ന് വേർപെടുത്തി കഴിഞ്ഞാൽ ആ തിരി എങ്ങനെ ആ ഒന്നിനും കൊള്ളാത്ത ആ തിരി എങ്ങനെ ഞങ്ങളുടെ ഈ കിഴക്കൻ പ്രദേശത്തൊക്കെ പണ്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴല്ലേ ആളുകൾ നടന്നു പോകുന്ന വഴി കൊണ്ടിട്ട് അതൊരു അന്ധവിശ്വാസമാണ് എല്ലാവരും ധരിച്ചിരുന്നത്. പക്ഷെ അന്ധവിശ്വാസം അല്ലായിരുന്നു. അതായത് ഈ അറബികൾ വന്ന് ഈ കുരുമുളക് എടുത്തുകൊണ്ട് പോയി ചവിടുന്നത് ഈജിപ്തിലും അതുപോലെ യൂറോപ്പിന്റെ പല പട്ടണങ്ങളിലേക്കും ഒക്കെ ഈ കുരുമുളക് കൊണ്ടുപോകാൻ ഇവിടെ വരുന്നത്. അപ്പോൾ ഒരു കപ്പൽ വന്നു കഴിഞ്ഞ് ഇവിടെ തീരത്തെ കൊടുങ്ങല്ലൂര് വന്ന് തീരത്ത് കയറിയാൽ അന്ന് മുതൽ കേരളത്തിലെ കച്ചവടക്കാർക്ക് ഉത്സാഹമാണ്. അവര് ഗ്രാമപ്രദേശങ്ങളിലേക്ക് എല്ലാം പോകും. അപ്പൊ ഏത് വീട്ടിലെ കുരുമുളകുള്ളതെന്ന് ഇവർ അറിയുന്നത് എങ്ങനെയാണ്? അന്ന് ഒരു പറമ്പ് കഴിഞ്ഞാൽ പിന്നെ 2 മൈൽ അപ്പുറമായിരിക്കും അടുത്ത വീട്. അപ്പൊ ഈ ഇടവഴികളിലെല്ലാം ഇവർ പോകുമ്പോൾ കുരുമുളകിന്റെ തിരി എവിടെ കിടക്കുന്നു നോക്കും. അപ്പൊ ഇത് നോക്കിയിട്ട് ഈ വീട്ടിൽ ചെന്നിട്ട് കുരുമുളകാണ് ഏറ്റവും കൂടുതൽ നമ്മൾ സംരക്ഷിക്കാവുന്ന സാധനം. വർഷങ്ങളോളം ഇരുന്നോളും. എൻ്റെ അപ്പൻ്റെ ഒക്കെ കാലത്ത് ഇങ്ങനെ 5-6 വർഷങ്ങൾ പഴക്കമുള്ള കുരുമുളക് വിലയൊത്തില്ലെങ്കിൽ അവരിങ്ങനെ പത്താപ്പുറം എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് പിള്ളേർക്ക് മനസ്സിലാകില്ല. പത്താഴം മനസ്സിലാവുമായിരിക്കും അല്ലേ? ഇവിടെയൊക്കെ ഈ നെല്ലിരുന്ന് പത്താപ്പുറത്ത് ഇങ്ങനെ ജാക്കിൻ്റെ അകത്ത് അടുക്കി വെച്ചേക്കും. എന്നിട്ട് നല്ല വില കിട്ടുമ്പോഴേ കൊടുക്കുള്ളൂ. അങ്ങനെ നമ്മുടെ അപ്പന്മാരന്ന് സൂക്ഷിച്ചു വെച്ചേക്കും. ആ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സാധനം ഈ കപ്പൽക്കാർ വരുമ്പോൾ നല്ല വില കിട്ടും. അപ്പോ ഇതിന് കുരുമുളകിന് സ്വർണത്തിന്റെ ഈക്വൽ സ്റ്റാറ്റസ് ആണെന്നുള്ളത്. അപ്പൊ ഈ കുരുമുളക് ശേഖരിച്ചു പോകുന്ന ഈ റൂട്ട് ഞാൻ നിങ്ങളെ വാണിജ്യ ബന്ധം പഠിപ്പിക്കാനല്ല ഇത് പറഞ്ഞത്. അതായത് ഇതിൻ്റെ അകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ബസറ തുറമുഖത്ത് നിന്ന് ഒരു വാണിജ്യ കപ്പൽ യാത്ര പുറപ്പെട്ടാൽ നമ്മുടെ കേരളത്തിൽ കോഴിക്കോട്ടും കൊടുങ്ങല്ലൂരും ഒക്കെ ഇങ്ങനെ ഈ അറബിക്കടലിന്റെ തീരം വഴി ഇങ്ങ് വന്നു ചേരാൻ എളുപ്പമാർഗമാണ്. അപ്പൊ അങ്ങനെ വരുന്ന കപ്പലിലൂടെയാണ് നമ്മുടെ ഈ ആദികാല മാർത്തോമാശ്ലീഹായും അതേ തുടർന്നുള്ള കാലഘട്ടത്തിൽ നമ്മളിനി കാണാൻ പോകുന്ന ക്നായിത്തൊമ്മനും ഒക്കെ വരാനിടയായ സാഹചര്യം.
പദാവധിക്കട്ടെ. അപ്പൊ സാഹചര്യപരമായിട്ടുള്ള ഉണ്ടോ എന്നാണ് ചോദിച്ചത്. രണ്ടാമത് വേറൊരു ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾ നടന്നു. BC 5 ഹിപ്പോലാസ് എന്ന പേരുള്ള ഒരു നാവികൻ ഒരു കടൽക്കാറ്റ് കണ്ടുപിടിച്ചു. കടൽക്കാറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ മൺസൂൺ കൊണ്ടുവരുന്നതാണ്. ചുമ്മാ ഒരു ദിവസം കേരളത്തിനോട് മാത്രമായിട്ട് ഈ വെള്ളമെല്ലാം ഇറങ്ങി പോരുന്നതാണ്. ഈ കടൽക്കാറ്റ് കൊണ്ടുവരുന്നതാണ് നമ്മുടെ ഈ മൺസൂൺ. അതായത് നീരാവിയുള്ള മേഘങ്ങൾ ഇങ്ങോട്ട് കാറ്റടിച്ചിങ്ങനെ കൊണ്ടുവരും. അതോടൊപ്പം തന്നെ മറ്റൊരു ഈ കാറ്റടിക്കുന്ന കൂട്ടത്തിൽ സമുദ്രത്തിലൊരു സമുദ്രജല പ്രവാഹം ഉണ്ടാകും. വെള്ളത്തിന്റെ പ്രത്യേകത അറിയാമോ? ചൂട് കൂടിയ വെള്ളം തണുപ്പുള്ള വെള്ളത്തിലേക്ക് അടിക്കുന്നില്ലേക്കും. അപ്പൊ അങ്ങനെ ഇത് സമുദ്രത്തിലെ വലിയ സമുദ്രജലത്തിന്റെ ആ വലിയ വ്യാപനത്തിൽ ഇപ്പൊ കുവൈറ്റിലെ ചൂട് എത്ര അറിയാമോ? ഇവിടുത്തെ ചൂട് അറിയാൻ പറ്റില്ല. കുവൈറ്റിൽ ഇന്നലെ കുവൈറ്റിൽ 51 ഡിഗ്രി സെന്റിഗ്രേഡ് ആയിരുന്നു. 51 ഡിഗ്രി സെന്റിഗ്രേഡ് എന്ന് പറഞ്ഞാല് നമുക്ക് പുറത്തോട്ടിറങ്ങാൻ മേലാത്ത പോലുള്ള ചൂടാണ്. കാറിന്റെ ഹാൻഡിലൊക്കെ പോയി ബലമായി പിടിച്ചാൽ കൈയുടെ വെള്ളം കരിവാളിച്ചു പോകും. അത്ര ചൂടാണ്. ഈ ചൂടടിച്ചാണ് ഈ അറബിക്കടലിലെ വെള്ളം അവിടെ കിടക്കുന്നത്. ഇപ്പൊ കേരളത്തിലെ ഈ തണുത്ത വെള്ളത്തിന്റെ സമീപത്തേക്ക് അവർ പാഞ്ഞാ വരുന്നത് ഈ വെള്ളം. അപ്പൊ അവിടുന്ന് ഒരു കപ്പൽ അവർ പുറപ്പെടുന്നത് എങ്ങനെയാണെന്നറിയുമോ? ഈ സമുദ്രജല പ്രവാഹം ഒഴുകുന്നതിനോട് അനുബന്ധമായിട്ട് അനുകൂലമായിട്ട് അവര് കപ്പൽ തിരിക്കും. അപ്പൊ അവർക്ക് ഈ കാറ്റിന്റെ ഗതി നോക്കി പെട്ടെന്ന് അവർക്ക് യാത്ര ചെയ്യാൻ പറ്റും. 18 ദിവസം കൊണ്ട് ബസ്രായിൽ നിന്ന് കോഴിക്കോട്ടെത്തിയ കപ്പലുകളെ കുറിച്ച് ഞാൻ എവിടെയൊക്കെയോ വായിച്ചിട്ടുണ്ട്. എപ്പോഴും അങ്ങനെ നടക്കണമെന്നല്ല. ചിലപ്പോൾ ഒരു പ്രതികൂല കാലാവസ്ഥ ഉണ്ടായാൽ വ്യത്യസ്തമായിട്ട് കോഴിക്കോട് എത്തുന്നതിന് പകരം ചിലപ്പോൾ അങ്ങ് മറ്റു പലർത്ത് പോയി ചേരും. ചിലപ്പോൾ കടലിന്റെ അഗാധതയിലേക്കൊക്കെ പോയെന്ന് വരും. അപ്പൊ റിസ്കിയാണ് ആ യാത്ര. അതെന്തുവാ പറ്റും. അപ്പോൾ ഈ രണ്ട് സാഹചര്യങ്ങൾ കൊണ്ട് കേരളവും നമ്മുടെ കർത്താവിന്റെ നാടുമായിട്ടുള്ള ബന്ധം വളരെ സജീവമായിരുന്നു. 3-ാം നൂറ്റാണ്ടിൽ എഴുതിയപ്പെട്ട ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിന്റെ പേര് ആക്ട്സ് ഓഫ് സെന്റ് തോമസ്. തോമസ് ലീഹായുടെ നടപടികൾ എന്നാണ് അതിന്റെ മലയാളം. അത് അനേകം ട്രാൻസ്ലേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ സെമിനാരിയിലെ പഴയ ഒരു പ്രൊഫസറായിരുന്ന മരിച്ചുപോയി ചേടിയത്ത് ഗീവർഗീസ് മൽപ്പാൻ ആ പുസ്തകം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഞങ്ങളെ 1-2 സുറിയാനിയിൽ നിന്നും തന്നെ ഞങ്ങളെ 1-2 മൽപ്പാനച്ചന്മാരെ ട്രാൻസ്ലേറ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒന്നിൻ്റെയും കോപ്പികൾ ഇപ്പോൾ ലഭ്യമല്ല ഇംഗ്ലീഷിൽ. പക്ഷേ ഇന്റർനെറ്റിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഈ ആക്ട്സ് ഓഫ് സെന്റ് തോമസിൽ ഒത്തിരി കെട്ടുകഥകളൊക്കെ ഇതിനകത്തുണ്ട്. അതുകൊണ്ട് അതിനെ പൂർണ്ണമായിട്ട് ഇന്നത്തെ ക്രൈസ്തവ സഭയ്ക്ക് സ്വീകാര്യമല്ലെങ്കിലും അതിൻ്റെ അകത്തൊരു സാഹചര്യപരമായ ഒരു പശ്ചാത്തലം. അദ്ദേഹം 3-ാം നൂറ്റാണ്ടിലായി കൃതി എഴുതുന്നത്. ആ കൃതിയിൽ അവതരിപ്പിക്കുന്നത് മാർത്തോമാസ് ലീഗ സുവിശേഷ പ്രചരണത്തിനായി ഇന്ത്യയിലേക്ക് പോകുന്നു എന്നുള്ളത് നമുക്ക് ആ ഒറ്റ കാര്യം മാത്രം എടുക്കാം. അതായത് 3-ാം നൂറ്റാണ്ടിലെ മധ്യപൗരസ്ത്യ ദേശത്തെ തോമസ് ലീഗയെ കുറിച്ചുള്ള പാരമ്പര്യം എന്താണെന്നാണ്. അതായത് തോമസ് ലീഗ സുവിശേഷ പ്രവർത്തനങ്ങൾക്കായി അദ്ദേഹം ഇന്ത്യയിലേക്ക് പോകുന്നു. ഈ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം മാത്രം നമ്മൾ നിർത്താൻ.
ഇനി നമുക്ക് രണ്ടാമത് മറ്റൊരു കാര്യം, പൊതുസഭകൾ എങ്ങനെയാണ് മാർത്തോമാ ശ്ലീഹായും ഇന്ത്യയുമായിട്ടുള്ള ബന്ധത്തെ കാണുന്നത്? മുഴുവൻ ഉദ്ധരിക്കാൻ എനിക്ക് സമയമില്ല. അതായത് 3-ാം നൂറ്റാണ്ടുണ്ട്, 3 നൂറ്റാണ്ടുകൾക്ക് ശേഷം 3-ാം നൂറ്റാണ്ടിലെ പ്രഥമ പരാമർശനം വരുന്നത് ഈ ഞാൻ മുമ്പ് പറഞ്ഞ ആക്ട്സ് ഓഫ് സെന്റ് തോമസിലാണ്. അതിനു മുമ്പ് ചെറിയ സുറിയാനി ലിഖിതങ്ങളിലൊക്കെ ചില പരാമർശങ്ങളുണ്ട്. അതിന് കൃത്യമായിട്ട് പിതാക്കന്മാര് മാർത്തോമാ ശ്ലീഹായെ ഇന്ത്യയും കൂടെ ബന്ധപ്പെടുത്തിക്കൊണ്ട് എഴുതാൻ ആരംഭിക്കുന്നത് സഭാപിതാവായ അപ്രേമിന്റെ രചനകളിലൂടെയാണ്. അപ്രേമിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? നിങ്ങളോട് ഫ്രണ്ട് വന്നിരിക്കണ്ടേ എന്നല്ലേ ഞാൻ ചോദിക്കുന്ന? എല്ലാവരോടും നിങ്ങളുടെ മുഖത്ത് നോക്കുന്നു. ആരായിരുന്നു അപ്രേം? സുറിയാനി സഭാപിതാക്കന്മാരിൽ അഗ്രഗണ്യനാണ്. അദ്ദേഹത്തിന്റെ പദ്യകൃതികൾ വളരെ പ്രസിദ്ധമാണ്. അതുകൊണ്ട് ലോക ക്രൈസ്തവ സമൂഹങ്ങളെല്ലാം, ഞാൻ മുമ്പ് പറഞ്ഞ ഈ 6 സുറിയാനി പാരമ്പര്യമുള്ള മലങ്കരയിലെ സഭകൾ മാത്രമല്ല, ലോക സഭകൾ തന്നെ മാർ അപ്രേമിനെ സഭയുടെ മൽപ്പാനായിട്ടാണ് കാണുന്നത്. ഇനി അടുത്ത കുഴപ്പം, മൽപ്പാൻ പറഞ്ഞാൽ ശ്രേഷ്ഠ ഗുരു എന്നാണ് കൃത്യമായിട്ടുള്ള വാക്ക്. അല്ലെങ്കിൽ കുറച്ചുകൂടെ മനസ്സിലാക്കാൻ അല്പം കൂടെ ഡോക്ടേഴ്സ് ഓഫ് ദ ചർച്ചിനെയാണ് നമ്മൾ മൽപ്പാന്മാർ വിളിക്കുന്നത്. സഭയുടെ വിശ്വാസത്തെ ആധികാരികമായിട്ട് പഠിപ്പിച്ചിട്ടുള്ള സഭാ പണ്ഡിതന്മാരാണ് മൽപ്പാന്മാർ. നിങ്ങൾ ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ഏതെങ്കിലും മരിച്ചുപോയെന്ന് എനിക്കറിയത്തില്ല. ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ഏതെങ്കിലും മൽപ്പാനച്ചന്റെ മലങ്കര ഈ ചങ്ങനാശ്ശേരി രൂപതയായിട്ട് ബന്ധപ്പെട്ട ഒരു മൽപ്പാനച്ചന്റെ പേര് പറയുമോ? വെള്ളാനിക്കരച്ചൻ. അപ്പം അതുപോലെ, അല്ലെങ്കിൽ ഞാൻ തിരുത്തുകയാണ്, അതിനേക്കാൾ ഉപരിയായി സഭാവിജ്ഞാനീയത്തിൽ അവഗാഢ പഠനമുള്ളവരും പഠിപ്പിക്കുന്നവരും എഴുതുന്നവരും ജനഹൃദയങ്ങളിൽ ക്രിസ്തു വിശ്വാസത്തെ പകർന്നു തന്നിട്ടുള്ളവരുമാണ് സഭയുടെ മൽപ്പാന്മാർ. എളുപ്പത്തിൽ നമ്മളോട് പറഞ്ഞാൽ ഡോക്ടേഴ്സ് ഓഫ് ദ ചർച്ച്. ആർക്കെയും PhD ഡിഗ്രി ഒക്കെ കിട്ടുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ. ആർക്കാണ് PhD കൊടുക്കുന്നത്? ഇപ്പൊ നമ്മുടെ, ഞാൻ പേര് പറഞ്ഞാൽ നിങ്ങളാരും പരിവയ്ക്കുമെന്ന് അറിയത്തില്ല. ഞാൻ എൻ്റെ വായി വന്നു പറയാം. ചിന്താജറോവിനൊക്കെ കിട്ടിയ പോലത്തെ ഡോക്ടറേറ്റിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. പഠിച്ച് നല്ല ഭംഗിയായിട്ട് പ്രബന്ധം എഴുതി അവതരിപ്പിക്കുന്ന അതുപോലെയുള്ള പാണ്ഡിത്യമുള്ള, ഇപ്പൊ NGS നാരായണന്റെ കാര്യം ഞാൻ പറഞ്ഞു, അതുപോലെയുള്ള അഗാധ പണ്ഡിതന്മാർ മറ്റുള്ളവരെ ഏത് വിഷയത്തിൽ നിന്നും പഠിപ്പിക്കുന്നവരാണ് മൽപ്പാന്മാർ. മാർ അപ്രേമിനെ സഭ കാണുന്നത് ഇതുപോലെയുള്ള സാർവത്രിക സഭയുടെ മൽപ്പാനാണ്. ഇതുപോലെ കുറെ പിതാക്കന്മാരുണ്ട്. ഞാൻ അവരെല്ലാവരുടെയും ഡീറ്റെയിൽസ് ഇതുപോലെ പറയുന്നില്ല. മോർസേറിയോസ് പറയുന്നുണ്ട്, അതുപോലെ സ്കൂളിലെ മാറിയാക്കോ പറയുന്നുണ്ട്. ഇങ്ങനെയുള്ളത് ഇത് നമ്മുടെ മുണ്ടാനിക്കലച്ചൻ, അതെ, മുണ്ടാനിക്കലച്ചൻ മാർത്തോമാ ശ്ലീഹായെ സംബന്ധിച്ചും എഴുതിയിരിക്കുന്ന ഒരു പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ ഈ പിതാക്കന്മാരുടെ രചനകളും അതിൻ്റെ ഉദ്ധരണികളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാനല്ല, ഒന്ന് കാണിക്കാൻ കൊണ്ടുവന്നതാണ്. ഹിസ്റ്ററി ഓഫ് ക്രിസ്ത്യാനിറ്റി ഇൻ ഇന്ത്യ എന്നാണ്. ഇതൊരു 6 വോളിയമുള്ള, ഇതുപോലത്തെ 6 വോളിയമുള്ള ഒരു ഗ്രന്ഥ പരമ്പരയാണ്. അതിലെ 1ാമത്തെ വോളിയമാണിത്. മാർത്തോമാ ശ്ലീഹായെ കുറിച്ചും 15ാം നൂറ്റാണ്ട് വരെയുള്ള സഭയെ കുറിച്ചും ഇന്ന് നമ്മൾ ക്ലാസ് എടുക്കുന്ന വിഷയങ്ങളെ കുറിച്ചുള്ള ഒരു വളരെ പണ്ഡിതോചിതമായിട്ടുള്ള
കേരളത്തിലെ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ എല്ലാ സഭകളുടെയും പ്രതിനിധികളും കൂടെ ചേർന്ന് ഒരു എക്യുമെനിക്കൽ പബ്ലിക് ഒരു പ്രസ്ഥാനമുണ്ട്. ചായ്, ചർച്ച് ഹിസ്റ്ററി അസോസിയേഷൻ ഓഫ് ഇന്ത്യ എന്നാണ് ആ സംഘടനയുടെ പേര്. ചായ തന്നെ ഒരു ചായ അടിച്ച ഓർമ്മ. അപ്പോൾ ഇത് ചായ്, ചർച്ച് ഹിസ്റ്ററി അസോസിയേഷൻ ഓഫ് ഇന്ത്യ അങ്ങനെ പബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ് ഈ പുസ്തകം. ഇതിൻ്റെ അകത്ത് വിശദമായിട്ടുള്ള അതിൻ്റെ കോട്ടുകളെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കടക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഇതുപോലെയുള്ള രചനകൾ മറ്റൊരു പശ്ചാത്തലമാണ്. ഈ പിതാക്കന്മാരെല്ലാവരും ആദിമ 4-ാം നൂറ്റാണ്ട് മുതൽ 3-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം മുതൽ ഈ ചർച്ച് ഫാദേഴ്സ് എല്ലാം എഴുതിയിട്ടുള്ള രചനകളിൽ മാർത്തോമാ ശ്ലീഹായെ കുറിച്ചൊരു പരാമർശനമുണ്ടെങ്കിൽ അത് ഇന്ത്യയിലെ സുവിശേഷീകരണവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഇവരെല്ലാവരും പറയുന്നത്. ഇതിൻ്റെ അർത്ഥം നമ്മുടെ ആ പഴയ കാല സഭയുടെ ഒറ്റക്കെട്ടായ വിശ്വാസം ഇന്ത്യയിലെ അപ്പോസ്തലനും ഇന്ത്യയിലെ ക്രൈസ്തവ സഭയുടെ സുവിശേഷകനുമായിരിക്കുന്നത് മാർത്തോമാ ശ്ലീഹായാണ് എന്നുള്ളതാണ് നമ്മുടെ പൈതൃകത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന രണ്ടാമത്തെ കാര്യം. മൂന്നാമതായിട്ട് മാർത്തോമാ ശ്ലീഹയുടെ ഓർമ്മ ദിവസം എന്ന ദുഃഖമാണ് ഓർമ്മ അങ്ങനെ വിശേഷം. തോമാശ്ലീഹയുടെ ഓർമ്മ നമ്മൾ നടത്തുന്ന ഇന്ത്യ കേരളത്തിലെ എല്ലാ സഭകളും നടത്തുന്നത് എന്തുകൊണ്ടാണ് ഈ ജൂലൈ 3 നടത്തുന്നതാണ് ചോദ്യം. വയസ്സനാണ്, ചെവിക്കൊക്കെ ഇച്ചിരി പണിക്കുറവുണ്ട്, വളരെ ഇച്ചിരി ഉറപ്പുണ്ട്. ജൂലൈ 3 പ്രത്യേകത തന്നെ രക്തസാക്ഷിയായ ദിവസമല്ല. തോമാശ്ലീഹ രക്തസാക്ഷിയായത് ഡിസംബർ 21. നമ്മുടെ പള്ളികളിലൊക്കെ വളരെ ചുരുക്കം പള്ളികളിലെ സഭാ കലണ്ടറിൽ കാണും പെരുന്നാളായിട്ട് ആഘോഷിക്കുന്ന വളരെ ചുരുക്കം പള്ളികളെ ഞാൻ കണ്ടിട്ടുണ്ട്. കേരളത്തിൽ എനിക്കറിയാവുന്ന മാർത്തോമാ ശ്ലീഹായുടെ രക്തസാക്ഷിത്വ ദിനം ആചരിക്കുന്ന മോതിരത്തി മാർത്തോമൻ പള്ളിയിൽ അവിടുത്തെ പ്രധാന പെരുന്നാൾ അന്നാണ് ഡിസംബർ 21-ാം തീയതി. അതല്ലാതെ മറ്റു പള്ളികളെയൊന്നും എനിക്ക് ഓർമ്മയിൽ വരുന്നില്ല. പിന്നെ അവിടെ നിൽക്കട്ടെ, ഈ 3-ന്റെ പ്രാധാന്യം എന്നാ ഞാൻ പറഞ്ഞേക്കാം നിങ്ങളെ വിഷമിപ്പിക്കുന്നു. ഞാനിങ്ങനെ അറിയാവോ എന്ന് ചോദിച്ചിട്ട് പറയാൻ എന്തിനാണെന്നറിയാമോ? നിങ്ങൾ നോട്ട് എഴുതിയിട്ട് മനസ്സിൽ കിടക്കാൻ വേണ്ടിയില്ല. അതായത് AD 395 പറയും, ചിലർ പറയും 385 പറയും. വർഷം ഡിബേറ്റബിൾ ആണ്. മാർത്തോമാ ശ്ലീഹായുടെ തിരുശേഷിപ്പ് മൈലാപ്പൂരിൽ നിന്ന് എഡേസായിലേക്ക് കൊണ്ടുപോയി. ഞാൻ മുമ്പ് ഈ മാപ്പ് കാണിച്ചപ്പോൾ നിങ്ങളോട് ഈ എഡേസ, സെലൂക്യ, ടെസിഫോൺ എന്നൊക്കെ വായിച്ച് കേൾപ്പിച്ചത് ഓർമ്മയുണ്ടായിരിക്കും. മെഡിറ്ററേനിയൻ നദിയുടെ യൂഫ്രട്ടീസ് നദിയുടെ ഓരത്തായിട്ടുള്ള ഒരു പട്ടണമാണ് എഡേസ. അത് സുറിയാനിയിലുള്ള ആ പട്ടണത്തിൻ്റെ പേര് ഉറഹ എന്നാണ്. ഉറഹ എന്നുള്ളത് സുറിയാനി, എഡേസ എന്നുള്ളത് ആ ഇംഗ്ലീഷിലൊക്കെ പൊതുവായിട്ട് അംഗീകരിച്ചിട്ടുണ്ട്. അവിടേക്ക് കൊണ്ടുപോയി ഈ തിരുശേഷിപ്പ്. അവിടെ നിന്ന് വന്ന ഏതോ പിതാക്കന്മാരിത് കൊണ്ടുപോയി. ഈ തോമാശ്ലീഹയുടെ തിരുശേഷിപ്പ് ഇന്ത്യയിൽ നിന്ന് ഉറഹായിൽ വന്നു എന്നുള്ളതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് അവര് ഈ തിരുശേഷിപ്പിന് ഒരു വലിയ സ്വീകരണം നൽകി, ഏറ്റുവാങ്ങി. അന്ന് പറയുന്നത് ഉറഹ പട്ടണം മുഴുവൻ അവിടെ മാർത്തോമാ ശ്ലീഹയുടെ തിരുശേഷിപ്പ് വാങ്ങാൻ ഒന്നിച്ചു പോയി. അവരെന്നിട്ട് അവിടെ മാർത്തോമാ ശ്ലീഹയുടെ പേരിൽ ഒരു ദേവാലയം പണിതു. ആ ദേവാലയത്തിലാണ് ആദ്യകാലം ഈ തിരുശേഷിപ്പ് സൂക്ഷിച്ചിരുന്നത്.
പിന്നീട് ഉറഹ പട്ടണം നശിപ്പിക്കപ്പെട്ടപ്പോൾ പിതാക്കന്മാര് അതിലെ ഒരംശം വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോയി, വേറെ അംശം ബാഗ്ദാദിലെ സെന്റ് തോമസ് കത്തീഡ്രലിലേക്ക് കൊണ്ടുപോയി, ഇങ്ങനെ ഹോമിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇങ്ങനെ ഉള്ള പല തിരുശേഷിപ്പിന്റെ പല അംശങ്ങൾ ലോകത്തിലെ 4-5 സ്ഥലങ്ങളിലായിട്ട് കൊണ്ടുപോകപ്പെട്ടു. അപ്പോൾ സെന്റ് തോമസ് ഡേ എന്ന് പറഞ്ഞ് നമ്മൾ ഈ ജൂലൈ 3 ആഘോഷിക്കുന്നത് നമ്മുടെ ഇവിടുത്തെ പെരുന്നാളല്ല. തോമാശ്ലീഹയുടെ തിരുശേഷിപ്പ് മൈലാപ്പൂരിൽ നിന്ന് ഉറഹായിൽ എത്തിയതിന്റെ ആ പെരുന്നാൾ. സാർവത്രിക സഭ ആ പെരുന്നാൾ ആചരിക്കുന്നതിന്റെ അർത്ഥം എന്താണ്? കത്തോലിക്ക സഭയായാലും യാക്കോബായ സഭയായാലും ലോകത്തുള്ള പൗരാണിക സഭകളെല്ലാം ഈ ജൂലൈ 3 തോമാശ്ലീഹയുടെ പെരുന്നാൾ ഓർക്കുന്നുണ്ട്. അതിന്റെ അർത്ഥം എന്നാണ്? ആ സഭകളെല്ലാം മാർത്തോമാശ്ലീഹായെ ഇന്ത്യയിലെ സുവിശേഷീകരണവുമായിട്ട് ബന്ധപ്പെട്ട് അവർ അതിൽ വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് മാർത്തോമാ പൈതൃകം ഇന്ത്യയിൽ ആരംഭിക്കുന്നതിൻ്റെ മറ്റൊരു പശ്ചാത്തലവും അതിൻ്റെ ഒരു സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസുമാണ് ഞാൻ ഈ പറഞ്ഞത്. ലോകത്തുള്ള സഭകളെല്ലാം തോമാശ്ലീഹയുടെ തിരുശേഷിപ്പ് സ്വീകരിച്ചതിൻ്റെ പെരുന്നാൾ സെന്റ് തോമസ് ഡേ ആയിട്ട് സ്വീകരിച്ച് ആചരിച്ചു. അപ്പോൾ ഇങ്ങനെ തോമാശ്ലീഹയുമായിട്ട് ബന്ധപ്പെട്ട് ഇനിയും പശ്ചാത്തലങ്ങൾ വളരെയുണ്ട്. ഞാൻ ഒരെണ്ണം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ആംഗ്ലോ സാക്സൺ ക്രോണിക്കിൾസ് എന്ന് കേട്ടിട്ടുണ്ട്. ബ്രിട്ടീഷ് ചരിത്രം പഠിച്ചിട്ടുള്ളവരായിരുന്നു. ഹിസ്റ്ററി ഓഫ് ബ്രിട്ടൻ. അവിടുത്തെ രാജാക്കന്മാരുടെ ചരിത്ര ക്രോണിക്കിൾസ് ആണ് ഈ ആംഗ്ലോ സാക്സൺ ക്രോണിക്കിൾസ് എന്ന് പറയുന്നത്. ഓരോ രാജാക്കന്മാരുടെയും കാലത്ത് നടന്ന കാര്യം. അതിലെ കിങ് ആൽഫ്രഡ് മാർത്തോമാശ്ലീഹായുടെ ഖബറിലേക്ക് നേർച്ച കൊടുത്തുവിട്ടു എന്ന് ഈ ആംഗ്ലോ സാക്സൺ ക്രോണിക്കിൾസിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ പുസ്തകത്തിൽ മുണ്ടാടനച്ചൻ അതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വേറെ എൻ്റെ ലൈബ്രറിയിലെ ഇന്ത്യയിലെ സഭയെക്കുറിച്ചുള്ള ഒരു കത്തോലിക്ക, യാക്കോബായ, ഓർത്തഡോക്സ്, പ്രൊട്ടസ്റ്റന്റുകാരുടെ വരെയുള്ള ഒരു 100-150 പുസ്തകങ്ങളുണ്ട് ഈ പ്രാരംഭകാല ചരിത്രത്തെക്കുറിച്ച്. ഇതിൽ ഈ മാർത്തോമാശ്ലീഹയുടെ വരവിനെ എതിർക്കുന്നവരൊഴിച്ച് ബാക്കി എല്ലാവരും അംഗീകരിച്ചിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ മാർത്തോമാശ്ലീഹയുടെ ഇന്ത്യയിലെ വരവ് നമ്മുടെ പൈതൃകത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ ചരിത്രപരമായിട്ടുള്ള പ്രൈമറി ഡോക്യുമെന്റ്സ് നോക്കിയല്ല വിശ്വാസികൾ അത് സ്വീകരിക്കുന്നത്. അതിന് മൂവിംഗ് ട്രഡീഷൻ എന്ന് പറയും. മൂവിംഗ് ട്രഡീഷൻ എന്ന് പറയുന്നത് തലമുറകളിലേക്ക് കൈമാറുന്ന പാരമ്പര്യത്തിനാണ് മൂവിംഗ് ട്രഡീഷൻ. നിങ്ങളുടെ ഇടയിലുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു കുഞ്ഞുണ്ടായാൽ കുഞ്ഞിനെ മുഹമ്മദ് ഇസാഖിക്ക് പേരിടുന്ന ആരെയും അപ്പൻ്റെ അമ്മയുടെ പേരാണ്. പിന്നെ വല്യപ്പൻ്റെ പേര് ഇവിടെ നിങ്ങളുടെ പേരും ഉണ്ടല്ലേ? അപ്പൊ ഇത് വേദപുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ടോ? വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിട്ടുണ്ടോ? പിള്ളേരുണ്ടായ പിള്ളേർ വല്യപ്പൻ്റെ പേരിടുന്നു. അത് നമ്മുടെ ഒരു വർഷങ്ങളായിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്, മൂവിംഗ് ട്രഡീഷനാണ്. അത് കത്തോലിക്ക ആയാലും യാക്കോബായ ആയാലും ഇതൊക്കെ രണ്ടു കൂട്ടരും കൊണ്ടു നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഈ സഭയുടെ കാനൂനിലോ സഭയുടെ നിയമ പുസ്തകത്തിലോ ഒക്കെ നോക്കിയാൽ ഇതൊന്നും കാണുന്നില്ല. പക്ഷെ നമ്മളത് പരിപാലിച്ചു പോകും. ഇതിൻ്റെ അകത്ത് ഇപ്പോഴത്തെ ശാസ്ത്രത്തിൽ പഠിക്കുന്ന സയൻസ് വിദ്യാർത്ഥികളുണ്ട്. ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് മനസ്സിലാകും. ജനറ്റിക് കോഡ് എന്ന് പറഞ്ഞുള്ള ഒരു സംവിധാനം. നമ്മുടെ എല്ലാവരുടെയും ഈ സെല്ലിലുള്ള ജനറ്റിക്കൽ കോഡ് എന്ന് പറയുന്നത് നമ്മുടെ മുൻ തലമുറകളുടെ ഒരു
ചിലത് ഗവൺമെന്റ് ആവും, ചിലത് അവിടെ സൈലന്റ് ആയിട്ട് കാണും. അപ്പോ ഞാൻ എന്നെ തന്നെ ഉദാഹരണം പറയാം. ഞാൻ വിവാഹിതനാണ് കേട്ടോ, അതുകൊണ്ടാണ് എൻ്റെ മൂത്ത മകനെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഈ കത്തോലിക്ക പശ്ചാത്തലത്തിൽ തെറ്റിദ്ധരിക്കരുത്. ഞങ്ങൾ യാക്കോബായ അച്ഛന്മാർക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് വൈദികനാകുന്നതിന് മുമ്പ് വിവാഹം കഴിക്കാം. അങ്ങനെ ഞാനൊരു വിവാഹിതനാണ്. എൻ്റെ മൂത്ത മകൻ്റെ മൂത്ത കൊച്ചൻ, അപ്പൊ അവനിരിക്കുന്നത് എന്നെ പോലെയല്ല, അവൻ്റെ അമ്മനെ പോലെയല്ല, അവൻ്റെ അമ്മ വഴിക്കുമല്ല, എൻ്റെ വല്യപ്പനെ പോലെ അവനിരിക്കുന്നെന്ന് എനിക്കറിയാം. കാരണം വല്യപ്പനെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ രണ്ട് തലമുറകളിൽ ഗവൺമെന്റ് ആയിട്ട് കിടന്ന ജീൻ അടുത്ത തലമുറ വന്നപ്പോഴത്തേക്ക് അത് പ്രോമിനന്റ്. അപ്പൊ അതൊക്കെ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ഇടയിൽ നിങ്ങൾ കാണുന്ന കാര്യങ്ങൾ. അല്ലെങ്കിൽ ചില വല്യമ്മച്ചിമാർ പറയും അവിടെ തള്ളെ പോലെ തന്നെയാണ് കൊച്ചിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മൾ വഹിക്കുന്ന, ഇപ്പോഴാണ് ഞാൻ പറഞ്ഞ മൂവി പ്രൊഡ്യൂഷൻ എന്ന് പറയുന്നതിന് ശാസ്ത്രീയ അടിത്തറയുണ്ട്. നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്നതിൻ്റെ പശ്ചാത്തലം എന്ന് പറഞ്ഞത് നമ്മൾ നമ്മുടെ പൂർവികരുടെ തോളിന്മേൽ കയറി നിന്നോണ്ടാണ് നമ്മൾ ഈ മുന്നോട്ട് ജീവിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ പൂർവിക പിതാക്കന്മാർ വിശ്വസിച്ചിരുന്ന ആ പാരമ്പര്യങ്ങൾ മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പല വിധത്തിൽ നാം ചിന്തിച്ചു. അവിടെയൊക്കെ മാർത്തോമാ ശ്ലീഹായുടെ വരവിനെ കുറിച്ച്, അതിൻ്റെ സാഹചര്യങ്ങളെ കുറിച്ച്, അതിൻ്റെ പ്രോബബിലിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവിടെ പറയുന്നു. ഇനി മാർത്തോമാ ശ്ലീഹായുടെ ഈ കാലഘട്ടം കഴിഞ്ഞുള്ള സഭയുടെ അവസ്ഥ എന്താണ്? മാർത്തോമാ ശ്ലീഹായുടെ കാലഘട്ടം കഴിഞ്ഞപ്പോൾ പിന്നീട് ഇവിടെ സഭാവിജ്ഞാനിയും പഠിപ്പിക്കുവാനോ സ്വതസിദ്ധമായിട്ട് നമ്മുടേതായ നൈസർഗികമായൊരു ആരാധനാ പശ്ചാത്തലമോ ഒന്നും രൂപപ്പെട്ടു വന്നില്ല. അതുകൊണ്ട് വരുന്ന പിന്നീട് ഞാൻ തോമാസ് ലീഹായെക്കൊണ്ട് യാത്ര അവസാനിക്കല്ലേ, പിന്നീടും പല കച്ചവട കപ്പലുകളിലുമായിട്ട് ആളുകൾ അന്നുകൊണ്ട് ഈ യാത്രികന്മാർ ലോകം കാണാൻ ഇറങ്ങി പുറപ്പെടുന്ന പാർട്ടികൾ. അങ്ങനെ 190 AD 190 എന്നാ നിങ്ങൾ പുറകോട്ട് ചിന്തിച്ചാൽ കിട്ടാത്ത കാലത്ത് പാന്തേനോസ് എന്ന് പറയുന്ന ഒരു സഭാപിതാവ് കേരളത്തിൽ, അദ്ദേഹം ഈ പറഞ്ഞ പോലെ ഏതോ കച്ചവട കപ്പലിൽ കയറി വന്നതാണ്. അദ്ദേഹം അലക്സാന്ദ്രിയക്കാരനാണ്. അദ്ദേഹം ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ സഭയ്ക്ക് വിശ്വാസപരമായിട്ടുള്ള ഉദ്ബോധനങ്ങളൊക്കെ നടത്തി. അദ്ദേഹം തിരിച്ചു പോയോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഇന്ത്യയിൽ അദ്ദേഹം കുറേ കാലം ചെലവഴിച്ചു. അദ്ദേഹം അലക്സാന്ദ്രിയൻ തിയോളജിക്കൽ സെമിനാരിയിൽ, ഇന്നത്തെ രീതി പറഞ്ഞാൽ വിദ്യാലയത്തിലെ ഒരു അധ്യാപകനായിരുന്നതുകൊണ്ട് ഇവിടെ അനേകരെ അദ്ദേഹത്തിന് പഠിപ്പിക്കാനായിട്ടൊക്കെ സാധിച്ചു. അത് AD 190 രണ്ടാം നൂറ്റാണ്ടൊക്കെ കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഇനിയും വർഷങ്ങൾ മുന്നോട്ട് പോയപ്പോൾ വീണ്ടും ഇവിടെ പഠിപ്പിക്കാനുള്ള ആളില്ല. പൊതുസഭകളിൽ നടക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ഇവിടെ വലിയ ബന്ധങ്ങളൊന്നുമില്ല. അവിടെ അറിയോസും മറ്റുള്ളവരൊക്കെ വഴക്കുണ്ടാക്കുന്നതും കർത്താവ് ദൈവമാണോ അല്ലയോ എന്നൊക്കെ ചർച്ച ചെയ്യുന്നു. കേരളത്തിലെ പാവം സുറിയാനി ക്രിസ്ത്യാനികളൊന്നും അറിഞ്ഞില്ല. അത് നമ്മുടെ ഭാഗ്യം. അല്ലെങ്കിൽ അന്നേ നമ്മളെല്ലാം വേർപിരിഞ്ഞു പോയേ. അതവിടെ കിടന്ന് നിൽക്കട്ടെ. അത് കഴിഞ്ഞ് പിന്നീട് നമ്മൾ കാണുന്നത് വീണ്ടും ഒരു കച്ചവടക്കാരനെയാണ്. ആ കച്ചവടക്കാരൻ്റെ പേര് തോമസ് ഓഫ് കാന എന്നാണ്. ക്നായിൻ തോമ എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല, കേട്ടിട്ടില്ലാത്തവർക്ക് ഇപ്പൊ കേട്ടു. ക്നായിൻ തോമ അവരാണ് നമ്മുടെ ഈ ചിങ്ങവനത്തും കോട്ടയത്തും ഒക്കെയുള്ള ക്നാനായ ഡയോസിസിലെ കത്തോലിക്കരും യാക്കോബായരുണ്ട്. ക്നാനായ ഡയോസിസിലെ അംഗങ്ങൾ ഇവരുടെ പിൻഗാമികളാണെന്നാണ് അവർ അവകാശപ്പെടുന്നത്. അതിനപ്പുറത്തുള്ള കാര്യങ്ങൾ എനിക്ക് അറിഞ്ഞുകൂടാ.
ഇവിടെ വന്ന് അദ്ദേഹം കച്ചവടത്തിന് വന്നു. ഇവിടെ വന്നപ്പോഴേ ഈ കച്ചവട ബന്ധത്തിൽ ചില ക്രിസ്ത്യാനികളെ കണ്ടു. അപ്പൊ ഇവിടെ ഒന്നും മെത്രാനും ഇല്ല, ഉപദേശിക്കാൻ ഉപദേഷ്ടാക്കളുമില്ല. അങ്ങനെയൊക്കെ വിഷമിച്ചിരുന്ന കാലത്ത് ഈ ആളുകൾ പറഞ്ഞു, നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ആരെയും ഒക്കെ പറയണം, അങ്ങനത്തെ അവിടുത്തെ എഡേസായിലെ ബിഷപ്പിനോട് പറയണം എന്നൊക്കെ പറഞ്ഞു. അന്ന് സഭ വിഭജിച്ചിട്ടില്ല, ആഗമന സഭ തന്നെ ഒറ്റ സഭയാണ്. അപ്പോൾ അവിടെ ചെന്ന് ക്നായിത്തോമ എഡേസായിലെ ബിഷപ്പിനോട് പറഞ്ഞു. ബിഷപ്പ് ഈ മെത്രാന്മാരുടെ യോഗം ചേർന്നപ്പോൾ ഇന്ത്യയിലേക്ക് പോകാൻ ഒരു മെത്രാപ്പൊലീത്തായ വേണമെന്ന് പറഞ്ഞപ്പോഴാണ് ഉറഹായിലെ ബിഷപ്പായിരുന്ന യൗസൻ, അദ്ദേഹം സന്നദ്ധനായി. അദ്ദേഹത്തിൻ്റെ കൂടെ കുറേ ആളുകളും അച്ഛന്മാരും ഡീക്കന്മാരും ഒക്കെ ഇന്ത്യയിലേക്ക് പോരാൻ തയ്യാറായി. ക്നായിത്തോമ അടുത്ത ട്രിപ്പിൽ അവരെ കൊണ്ട് ഇങ്ങോട്ടേക്ക് പോകും. അവർ കൊടുങ്ങല്ലൂർ വന്നിറങ്ങി. അവരെ അവിടെ സ്വദേശ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി അവരോടൊപ്പം ജീവിച്ച് ഇവിടുത്തെ മണ്ണിനോട് ചേരാൻ തയ്യാറായി വന്നവരാണ്. അവർ വന്ന കൂട്ടത്തിൽ അവരുടെ ലിറ്റർജി, വിശുദ്ധ ഗ്രന്ഥം, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുമായിട്ടാണ് വന്നത്. അപ്പൊ നമുക്ക് സുറിയാനിക്കാർക്ക് ഈ സുറിയാനി ആരാധനാക്രമം കിട്ടാൻ തുടങ്ങുന്നത് ഈ 4-ാം നൂറ്റാണ്ടിലാണ്. 345-ലാണ് ഈ ക്നായിത്തോമയുടെ നേതൃത്വത്തിൽ ഉറഹായിലെ മോർ യൗസേപ്പും മറ്റുള്ളവരും കൂടെ വരുന്നത്. അപ്പൊ അവരിവിടെ വന്ന് നമ്മുടെ പൗരോഹിത്യം, അതുപോലെ സഭാ ഡിസിപ്ലിൻ, സഭയുടെ ലിറ്റർജി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു. പുരോഹിതരെ ഭക്ഷണം കിട്ടി. അപ്പൊ അങ്ങനെയൊക്കെ നമ്മുടെ സഭയ്ക്ക് വീണ്ടും ഒരു ഗുണമുണ്ടായി. ആ കാലഘട്ടത്തിന് ശേഷമാണ് മുമ്പ് ഞാൻ പറഞ്ഞ തിരുശേഷിപ്പ് എഡേസായിലേക്ക് പോകുന്നത്. പിന്നീട് ഈ സഭ മെത്രാന്മാരോ ഉണ്ടായിരുന്നോ ഇല്ലായിരുന്നോ ഒന്നും കൃത്യമായ തെളിവുകളൊന്നുമില്ല. പക്ഷെ ചില പരാമർശനങ്ങളൊക്കെ ഉണ്ട്. 4-ാം നൂറ്റാണ്ടിന്റെ അവസാനം ഒരു ദൂതു എന്ന ലോക്കൽ ഭാഷയിൽ പേരുള്ള ഒരു മെത്രാൻ, അദ്ദേഹത്തിന്റെ ബിബ്ലിക്കൽ നാമം ദാനിയേൽ എന്നാണ്. അദ്ദേഹത്തെ സാധാരണ വിളിച്ചിരുന്നത് ദൂതു എന്നാണ്. ആ ബിഷപ്പ് ഇന്ത്യയിലേക്ക് പോന്നതായി അവിടെ ചരിത്രത്തിലുണ്ട്. ഇനി ഇതുകൂടാതെ ഈ കൊണ്ടാടനച്ചന്റെ പുസ്തകത്തിലും അക്കാര്യം പ്രതിപാദിക്കുന്നുണ്ട്. ഇതൊരു പ്രോട്ടസ്റ്റന്റ് ചരിത്രകാരനാണ് എൻ്റെ കയ്യിൽ സ്വീകരിക്കുന്ന ഈ പഴയ പുസ്തകം. പുതിയത് മേടിക്കാൻ കാശില്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ പഴയത് തന്നെ കീപ്പ് ചെയ്തിരിക്കുന്നതാണ്. ഇത് C.B. ഫ്രിത്ത് എന്ന് പറയുന്ന ഒരു പ്രോട്ടസ്റ്റന്റ് തിയോളജിയൻ എഴുതിയിട്ടുള്ള ഒരു പുസ്തകം. അദ്ദേഹവും ഇത് സൂചിപ്പിക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ കാണുന്നത് ഇന്ത്യയുമായിട്ട് ബന്ധമുള്ള വേറൊരു ബിഷപ്പാണ് 325-ൽ ചേർന്ന നിക്കിയ സിനോദോസ്, കൗൺസിൽ ഓഫ് നൈസിയ. അതിലെ ഒപ്പുവെച്ചിരിക്കുന്ന ഒരു ബിഷപ്പ് ജോൺ, അദ്ദേഹം ഒപ്പുവെച്ചിട്ട് അതിന് താഴെ എഴുതിയിട്ടുണ്ട് പേർഷ്യയുടെയും വലിയ ഇന്ത്യയുടെയും മെത്രാനായിരിക്കുന്ന ബിഷപ്പ് ജോൺ എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്നത്. സുറിയാനി രീതിയിൽ യൂഹാനോ എന്നെഴുതി അദ്ദേഹം കൗൺസിലിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. ഇപ്പൊ ഇന്ത്യയിലെ സഭ കുറേയൊക്കെ അറിയപ്പെടുന്നുണ്ട് ആ കാലഘട്ടങ്ങളിൽ. ഇത് കഴിഞ്ഞിട്ട് പിന്നെ പ്രധാനപ്പെട്ട നമുക്കൊരു രേഖ കാണാൻ പറ്റുന്നത് ഇതൊരു 6-ാം നൂറ്റാണ്ടിൽ, നിങ്ങൾ പേര് കേട്ട് പേടിക്കരുത്, കോസ്മോസ് ഇൻഡിക്കോപ്ലീസ്റ്റസ് എന്ന് പേരുള്ള ഒരാളാണ്. ഈ ഇൻഡിക്കോപ്ലീസ്റ്റസ് പറ്റുമ്പോൾ നിങ്ങളെ വരട്ടാൻ ഞാൻ പറഞ്ഞതാണ്. അദ്ദേഹത്തിന്റെ പേര് കോസ്മോസ് എന്നാണ്. ഒരു അലക്സാൻഡ്രിയൻ യാത്രക്കാരനായിരുന്നു അദ്ദേഹം. അച്ഛനൊക്കെ പേര് കെട്ടാനൊന്നുമില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ തൊഴിൽ ഈ ലോകസഞ്ചാരമായിരുന്നു. പക്ഷേ ഈ ലോകസഞ്ചാരമെല്ലാം പോകുന്നത് അദ്ദേഹം അലക്സാൻഡ്രിയൻ സഭയിലെ ഒരു അംഗമായിരുന്നു. എവിടെ ക്രിസ്ത്യാനിയെ കണ്ടാലും അദ്ദേഹത്തിന്റെ കുറച്ച് ഡയറിയിൽ എഴുതി വെക്കും. അപ്പം അദ്ദേഹം കേരളത്തിൽ വന്നു.
കേരളത്തിൽ വന്നിട്ട് പറഞ്ഞു അവിടെ ക്രിസ്ത്യാനികളുണ്ട്, സ്ഥലത്തിന്റെ പേരൊക്കെ പുള്ളി തെറ്റായിട്ട് കൊടുത്തിരിക്കുന്നത്. ആ പേര് കൊടുത്തിരിക്കുന്നത് വേർ പെപ്പർ ഗ്രോസ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പുള്ളി പോയ കപ്പലെ മുഴുവൻ തിരിച്ചു പോകാൻ നേരം നിറച്ചത് ഒരുപക്ഷെ കുരുമുളകായി. കേരളത്തിൽ വന്നപ്പോൾ ഒരു കപ്പൽ കുരുമുളക് കൊണ്ട് പോകാൻ പറ്റി എന്നുള്ള സന്തോഷം കൊണ്ടായിരിക്കും അദ്ദേഹം എഴുതി അവിടെ ക്രിസ്ത്യാനികളുണ്ട്, അവരെ പേർഷ്യയിൽ നിന്ന് കൊണ്ടുവരുന്ന ആരാധനാക്രമം വെച്ച് അവരെ ആരാധിക്കുന്നവരാണ്. എന്നിട്ട് ഇവിടെയാണ് ആ സ്ഥലം എന്നുള്ളതിന്റെ സ്പെസിഫിക്കേഷനാണ് അദ്ദേഹം പറയുന്ന വേർ പെപ്പർ ഗ്രോസ്. അപ്പൊ ഇങ്ങനെ ഒരു പരാമർശനം ഈ കോസ്മസ് ഇൻഡിക്കോപ്രീസസ് എന്ന് പറഞ്ഞാൽ എന്നറിയാം, ദ വൺ ഹു വിസിറ്റഡ് ഇന്ത്യ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, കോസ്മസ് എന്നാണ്. അദ്ദേഹം തിരിച്ച് അലക്സാണ്ട്രിയയിൽ അദ്ദേഹത്തിന്റെ ആസ്ഥാനത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ ലോകസഞ്ചാരം അവിടെ നിർത്തി കഴിഞ്ഞപ്പോൾ പുള്ളി തോന്നി സന്യസിക്കണം. അപ്പോൾ പുള്ളി ഒരു സന്യാസാശ്രമത്തിൽ ചേർന്ന് ശേഷകാലം സന്യാസിയായിട്ട് ജീവിച്ചുവെന്നും അദ്ദേഹത്തിന്റെ യാത്രകളുടെ ഒരു പുസ്തകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ പുസ്തകത്തിൽ നിന്നാണ് ഞാനിപ്പോൾ ഇവിടെ ഉദ്ധരിച്ചത്. ഞാൻ മാത്രമല്ല, ഈ ചരിത്രകാരന്മാരെല്ലാവരും ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ 6-ാം നൂറ്റാണ്ടിൽ കേരളത്തിലെ വലിയ മോശമല്ലാത്ത സഭാക്രമങ്ങളൊക്കെ പാലിച്ചു പോരുന്ന ഒരു സഭയെക്കുറിച്ച് ബോധമുണ്ട്, അല്ലെങ്കിൽ ലോകാകമാന സഭയ്ക്കൊരു ബോധ്യമുണ്ട്. വീണ്ടും നമ്മൾ പോരുമ്പോൾ കേരളത്തിലെ സഭയ്ക്ക് ഈ വളരെ അകലം പേർഷ്യയിലെ സഭയുമായിട്ടുള്ളതുകൊണ്ട് മിക്കപ്പോഴും നമുക്ക് ബന്ധപ്പെടാൻ ആളിനെ കിട്ടുന്നില്ല. അഥവാ ആരെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ രേഖകൾ അവശേഷിച്ചിട്ടില്ല. പിന്നെ നമ്മൾ കാണുന്നത് പ്രധാനമായിട്ടുമുള്ള ഒരു സംഘം ബിഷപ്പന്മാരുടെ 2 പേര്, മോർ സാബോർ മോർ പ്രോത്ത് എന്ന് പറയുന്ന 2 പേര് 823 AD 823, ചിലർ 24 എന്ന് പറയും. ഏതായാലും അവരെ 2 പേര് സാബോർ ഈശോ എന്ന പേരുള്ള ഒരാളുടെ സംഘത്തലവന്റെ നേതൃത്വത്തിൽ കൊല്ലം ഒരുമാതിരി പ്രസിദ്ധി ആർജിച്ച ഒരു തുറമുഖമായിട്ടൊക്കെ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന കാലത്താണ്. അതുകൊണ്ടാണ് പിന്നീട് മാർക്കോ പോളോ വന്നപ്പോഴും ഒക്കെ കൊല്ലത്ത് വന്നതായിട്ടും, പിന്നീട് ഞാൻ ബിഷപ്പിന്റെ പേര് മറന്നുപോയി, ചൈനയിലേക്ക് പോകുന്ന വഴിക്ക് ഒരു ഡൊമിനിക്കൻ പ്രീസ്റ്റ് കൊല്ലത്ത് വന്നു. അദ്ദേഹം അവിടെ ഒരു ലാറ്റിൻ പള്ളി സ്ഥാപിച്ചതിനെ കുറിച്ച് രേഖകളുണ്ട്. അതുകൊണ്ടാണ് ലത്തീൻകാരെ ഇന്ത്യയിലെ ആദ്യത്തെ മെത്രാൻ ആസ്ഥാനം കൊല്ലമാണ് എന്ന് അവർ അവകാശപ്പെടുകയും അതിൻ്റെ ജൂബിലി നടത്തുകയും ചെയ്യുന്നുണ്ട്. അതൊരു ലാറ്റിൻ മിഷണറിമാർ വന്ന് സ്ഥാപിച്ച ഒരു സ്ഥലമാണ്. നമുക്ക് തിരിച്ച് സാബോർ മോർ ഫ്രോത്തിലേക്ക് പോകാം. അവരിവിടെ വന്ന് തെക്കൻ പ്രദേശങ്ങളിൽ, അതായത് കൊല്ലം അടുത്തുള്ള ആ പ്രദേശങ്ങളിലൊക്കെ ഉള്ള ക്രിസ്ത്യാനികളെയൊക്കെ അവർ ശക്തരാക്കി. പുതിയ ക്രിസ്ത്യാനികളെ അവർ സഭയിലേക്ക് ചേർത്തു. അവരും സുറിയാനി ക്രിസ്ത്യാനികളായിട്ട് വന്നവരായതുകൊണ്ട് അവര് സുറിയാനി പൈതൃകങ്ങളൊക്കെ ഇവിടെ നിലനിർത്തി പോകുന്നു. പിന്നീട് ഇവരുടെ പേരിൽ പല സ്ഥലങ്ങളിലും പള്ളികളുണ്ടായിരുന്നു. ഇവരെ കുറിച്ച് ചിലരൊക്കെ പറയുന്നത് തന്നെ എത്ര സഹോദരന്മാരെന്നാണ്. എനിക്ക് തോന്നുന്നത് ഈ കോട്ടയത്തിന് വടക്കേത് ഒരു ഇരട്ട സഹോദരന്മാരായ വിശുദ്ധന്മാരുടെ ഒരു പള്ളി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അത് കൂടാതെ വേറെയും പള്ളികളുണ്ടായിരുന്നു. കാര്യം ഇവരക്കാലത്ത് വന്നിട്ട് ഇവരെ വലിയ വിശുദ്ധന്മാരായിട്ടാണ് നമ്മുടെ കേരളത്തിലെ സഭ കണ്ടത്. പക്ഷേ നിങ്ങൾക്കറിയാവുന്ന പോലെ 1599 ഉദയംപേരൂർ നടന്ന സുന്നോദോസിൽ നമ്മുടെ തദ്ദേശീയ സഭയുടെ വളർച്ചയെ മുരടിപ്പിച്ച, ആരും എന്നോട് പിണക്കം തോന്നല്ലേ,
മുരടിപ്പിച്ച ലത്തീൻവൽക്കരണത്തിൻ്റെ ഒത്തിരി പ്രയാസങ്ങൾ അവിടെ ഉണ്ടായി. സുറിയാനി പാരമ്പര്യങ്ങളെ നീക്കം ചെയ്യുന്ന പല നടപടികളും അവിടെ ഉണ്ടായി. അങ്ങനെ വന്നിട്ട് ഇവർ ഈ പിതാക്കന്മാരെ രണ്ടുപേരെയും അവരുടെ പേരുകൾ പള്ളികളിൽ നിന്ന് മാറ്റി. ഉദയംപേരൂർ സുന്നതദോസിൻ്റെ കാനോനകൾ വായിക്കുന്ന ആർക്കും അത് മനസ്സിലാകാം. നിങ്ങൾ സാറിൻ്റെ ഉദയംപേരൂർ സുന്നതദോസിൻ്റെ കാനോനകൾ എന്ന് പറയുന്ന പുസ്തകം വായിച്ചിട്ടുണ്ടോ? ഇല്ല, ഭാഗ്യം. ഞാൻ പറയുന്നതാണ് നിലനിർത്തി. ആ പുസ്തകത്തിൽ പറയുന്നു, ഈ സാബോറഫ്രോത്ത് പള്ളികളെല്ലാം സകല വിശുദ്ധന്മാരുടെയും നാമത്തിലാക്കി. അതിനെ അതിജീവിച്ച് ഒരു യാക്കോബായ പള്ളിയുണ്ട്. അത് ഇപ്പോഴത്തെ നമ്മുടെ കൊച്ചി എയർപോർട്ടിൻ്റെ സമീപത്തുള്ള ഒരു സാബോറഫ്രോത്ത് പള്ളിയുണ്ട്. അവിടെ ഈ എങ്ങനെയോ മെനസീസിൻ്റെ കാലഘട്ടത്തിൽ ആ സുന്നതദോസ് തീരുമാനം അവിടെ നടപ്പാക്കാൻ പറ്റിയില്ല. അവിടുത്തെ ആളുകളെ അവർ വെറുതെ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവിടെ ചെന്നെത്താൻ പറ്റാനും ഉണ്ടായിരിക്കാം. എന്നാൽ കായംകുളത്ത് ഒരു പള്ളി ഉണ്ടായിരുന്നു. ആ ദേവാലയത്തെ മാനന്റെ പേര് മാറ്റി അവര് കാദീശ പള്ളി എന്ന് പേരാക്കി. പോലീസ് വിചാരണനുസരിച്ചാണ് കദീശ പള്ളി എന്ന് പേരാക്കി. അപ്പൊ അങ്ങനെ ഈ പിതാക്കന്മാർ ഇവിടെ വളരെയധികം സേവനം ചെയ്തിട്ടുള്ള, സഭയെ പുഷ്ടിപ്പെടുത്തിയിട്ടുള്ള പിതാക്കന്മാരാണ്. ഇവരും പേർഷ്യയിൽ നിന്ന് വന്നവരാണ്. ഈ വേറൊരു ചരിത്രത്തിൽ അധികം അറിയപ്പെടാത്ത മറ്റൊരു രേഖയുണ്ട്. അതായത് ഈ പിതാക്കന്മാരുടെ വരവിനെ സംബന്ധിച്ച് അന്നത്തെ ലോക്കൽ രാജാവ് എഴുതി കൊടുത്ത ഒരു താമ്ര കോപ്പർ പ്ലേറ്റ്സിന് പറയുന്ന താമ്ര ഫലകം, അതിനേക്കാൾ നല്ല ഇംഗ്ലീഷിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് കോപ്പർ പ്ലേറ്റ്സ്, ചെമ്പ് തകിടിൽ രേഖപ്പെടുത്തി കൊടുത്ത ഇവരുടെ സാന്നിധ്യത്തെ കുറിച്ച് ഇവരെ സ്വീകരിച്ചുകൊണ്ടുമുള്ള ഒരു ലിഖിതവും. ആ ലിഖിതത്തെ കുറിച്ച് മലയാള സാഹിത്യത്തിലെ രാഘവ വാര്യരൊക്കെ പുസ്തകങ്ങൾ തന്നെ എഴുതിയിട്ടുണ്ട്. അത് വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ പുസ്തകങ്ങളൊക്കെ പ്രസിദ്ധീകൃതമായിട്ടുണ്ട്. പല നമ്മുടെ സഭാചരിത്രകാരന്മാരും അതേക്കുറിച്ചൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒരു പകർപ്പ് തിരുവല്ലായിൽ മാർത്തോമ സഭയുടെ ആസ്ഥാനത്തുണ്ട്. ഒരു പകർപ്പ് നമ്മുടെ കോട്ടയത്തെ പഴയ സെമിനാരിയിലുണ്ട്. ഒരു പകർപ്പ് നമ്മുടെ എറണാകുളത്തെ ആർച്ച് ബിഷപ്പ്, നമ്മുടെ സീറോ മലബാറിൻ്റെ അല്ല, ലത്തീൻ സഭയുടെ ആർക്കൈവ്സിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അന്വേഷിച്ച് ചെല്ലുന്ന ഗവേഷകന്മാർക്കൊന്നും അത് അപ്രാപ്യമാണ്. അവിടുത്തെ കുറേറ്ററായിരിക്കുന്ന അച്ഛൻ എനിക്ക് പരിചയമുള്ള ആളാണ്. അദ്ദേഹം അവിടെ എല്ലാ അന്വേഷണമൊക്കെ നടത്തിയിട്ട് പറഞ്ഞത് ഒരുപക്ഷെ ഡോക്യുമെന്റഡ് അല്ലാതെ ആ രേഖ അവരുടെ പോർച്ചുഗലിലേക്കോ ലിസ്ബണിലേക്കോ കൊണ്ടുപോയി കാണും. അതുകൊണ്ടാണ് ഇവിടെ കാണാത്തത്. പക്ഷെ അവിടെ എൻ്റെ ഒരു സുഹൃത്ത് അവിടെ കേരളത്തിൽ നിന്നുള്ള രേഖകളൊക്കെ പരിശോധിച്ച ലിസ്റ്റിലും കണ്ടിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഒന്നുകിലത് യാത്രയിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, അല്ലെങ്കിൽ രഹസ്യമായിട്ട് സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് അനുമാനിക്കാം. ഏതായാലും പകർപ്പുകൾ അത് ഈ രണ്ട് സ്ഥലത്തുണ്ട്, പുസ്തകങ്ങളിലെല്ലാം ഉണ്ട്. അറിയപ്പെടുന്ന പുരാവസ്തു ഗവേഷകനായ രാഘവ വാര്യരെ കുറിച്ച് പകർപ്പ് സഹിതം പുസ്തകം എഴുതിയിട്ടുണ്ട്. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇത്രയും വളരെ ലോക്കലായിട്ടുള്ള തെളിവുകളുള്ള ഒരു സന്ദർശനമാണ് ഈ 9ാം നൂറ്റാണ്ടിൻ്റെ പ്രാരംഭത്തിൽ നടന്നിട്ടുള്ളത്. എന്ന് മാത്രമല്ല, മലയാള വർഷം ഒക്കെ വരുന്നു. നിങ്ങൾ ഉറങ്ങിയ ഞാൻ ഉറങ്ങിയ നിങ്ങൾക്ക് ആപത്താണ്. നിങ്ങൾ ഉറങ്ങിയാണ് കസേരയിൽ താഴെ പോകില്ല. ഞാൻ നിന്നോണ്ടാണ് പ്രസംഗിക്കുന്നത്. ഞാൻ ഉറങ്ങി
എന്നോട് ചോദിക്കുന്നത് നിങ്ങളോടല്ല ജോലി, പുറകിരിക്കുന്ന മുതിർന്നവരോടാണ്. പിള്ളേരെ ചാരി മുതിർന്നവരെ ഉപദേശിക്കുന്ന ഭാഗം പറയേണ്ടതാണ്. നിങ്ങൾക്ക് ചായക്കുണ്ട് ഇപ്പം വന്ന ചായക്കുടിയെ പോലെ ഉറങ്ങുന്നത് ഞാൻ പറഞ്ഞു പച്ച വിചാരിച്ച് എല്ലാവരും ഉറങ്ങുന്നു. അപ്പൊ ഈ സാബോറഫ്രോത്ത് വന്നത് 824-ലോ 823-ലോ ആണെന്ന് വിവിധ ചരിത്രകാരന്മാർ പറയുന്നു. അതിനോടനുബന്ധമായിട്ടൊരു ചരിത്രപരമായിട്ടുള്ള വലിയൊരു സംഭവം. ഇത് ക്രിസ്താബ്ദം 2000 അതിൽ നിങ്ങളോട് ചോദിക്കാമല്ലേ പിള്ളേർക്ക് എത്ര വർഷമായിട്ട്? 2025 മലയാള വർഷം. കലണ്ടർ നോക്കണം അല്ലേ? മലയാള വർഷത്തിന് വേറെ പേരുണ്ടായിരുന്നു, കൊല്ലവർഷം. ഇനി പുറകോട്ട് ചോദിച്ചു, ഇന്ന് കൊല്ലവർഷം ഇത് കൊല്ലവർഷം എത്രാമതെയാണ്? മുതിർന്നവരും കണക്കാണ് കലണ്ടർ നോക്കണം. എനിക്കും അറിയത്തില്ല, ഞാൻ പക്ഷേ സൂത്രവാക്യം പറയാം. അല്ല, നിങ്ങൾ പറഞ്ഞാലും എനിക്കറിയത്തില്ല, വിഷയം പോയില്ല. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ സമ്മതിക്കാം. പക്ഷെ ഞാൻ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് തരാം. 2025 825 കുറച്ചാൽ എത്രയുണ്ടോ അതാണ് നല്ല വർഷം. അതിന് താല്പര്യം 1200. അപ്പൊ ഇത് ഇവര് 825-ലായി പിതാക്കന്മാർ വന്നത്. ആ വർഷം രാജാവ് ഒരു മലയാള വർഷം ആരംഭിക്കാനായിട്ട് തീരുമാനിച്ചു. കൊല്ലത്ത് ഒരു വാണിജ്യ കേന്ദ്രം തുറന്നു. കാരണം ഇവരുടെ കൂടെ വന്ന ആളുകളും ഒക്കെ കൊല്ലം കേന്ദ്രമായിട്ട് കച്ചവടവും പ്രവർത്തനങ്ങളും ഒക്കെ ആരംഭിച്ചപ്പോൾ കൊല്ലം പട്ടണത്തിനൊരു വലിയ ഉണർവുണ്ട്. ആ ഉണർവിന്റെ വെളിച്ചത്തിലാണ് കൊല്ലവർഷം എന്ന് പേരുണ്ടായത്. കൊല്ലവർഷം എന്ന പേരിന്റെ അടിസ്ഥാനം ഏതാണ്? കൊല്ലം കേന്ദ്രമാക്കിയിട്ടുള്ളത് കൊണ്ടാണ് കൊല്ലവർഷം. അപ്പൊ കൊല്ലവർഷം കണ്ടുപിടിക്കണമെങ്കിൽ ഇനിയിപ്പോ ഈ സൂത്രവാക്യം എന്നതാണ് 825 കുറച്ചാൽ ഏത് കൊല്ലം കറക്റ്റായി? 2820 2000-ലെ കൊല്ലവർഷം ഏതാണ്? കുറച്ചൊക്കെ കിട്ടുന്നതാണ്. അപ്പൊ ഈ പിതാക്കന്മാരുടെ വരവിനെ നിങ്ങൾ ഓർത്തിരിക്കുക. അവരുടെ വരവോടുകൂടിയാണ് കൊല്ലം പട്ടണം വളർന്നതും വികസിച്ചതും. അവിടെ ഒരു അന്നത്തെ കൊല്ലത്തിന്റെ രാജാവ് ഒരു കലണ്ടർ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സുറിയാനി പിതാക്കന്മാരുടെ കേരളത്തിലെ സാമൂഹിക സ്വാധീനം ചെറുതല്ല എന്നുള്ളത് നാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുകൂടാണ് ഞാൻ ആ ഭാഗം ഇവിടെ പറഞ്ഞത്. അപ്പോൾ ആ ഭാഗം കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കാണുന്നത് പേർഷ്യൻ കുരിശുകളാണ്. അതായത് ഈ 8-ാം നൂറ്റാണ്ടില് 9-10 നൂറ്റാണ്ടുകളിൽ പേർഷ്യയിൽ കൊത്തിയെടുത്ത കൽക്കുരിശ് കേരളത്തിൽ പല സ്ഥലങ്ങളിലുമുണ്ട്. തമിഴ്നാട്ടിൽ മദ്രാസിനോടനുബന്ധിച്ച് അടുത്തുള്ള ചെന്നൈക്ക് ചേർത്തുള്ള മാർത്തോമാ ശ്ലീഹായുടെ ഖബറിടത്തിന്റെ അവിടെ നടത്തിയ ഗവേഷണത്തിൽ നിന്ന് ഒരു കുരിശ് കണ്ടെത്തി. ആ കുരിശ് പേർഷ്യയിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. പാലബി ഭാഷ എന്ന് പറഞ്ഞാൽ പേർഷ്യക്കാരുടെ ഔദ്യോഗിക ഭാഷയിൽ
അതിലെ ലിഖിതങ്ങളുണ്ട്. പിന്നെ രണ്ടാമത് എനിക്ക് തോന്നുന്നു മുട്ടീറപ്പള്ളി ഉണ്ടെന്ന് പറഞ്ഞു. വീണ്ടും 2 കോട്ടയം വലിയ പള്ളി. ഇപ്പം അത് ജ്ഞാനായ യാക്കോബായക്കാരുടെ കൈവശമുള്ള പള്ളിയാണ്. അവിടെ 2 കൽക്കുരിശുകൾ, അവിടുത്തെ 2 ത്രോണോസ് എന്ന് പറഞ്ഞാൽ അറിയാമോ? അൾത്താരയുടെ വെച്ചിരിക്കുന്ന കുരിശായിട്ട് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഈ 2 കൽക്കുരിശുകളാണ്. അതിലെ വലിയ കൽക്കുരിശിലെ പാലവി ലിപിയിൽ മാത്രമല്ല, സുറിയാനി എസ്ട്രങ്കേര ലിപിയിലും ലിഖിതം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് കേരളത്തിലെ സഭയ്ക്ക് 8-10 നൂറ്റാണ്ടുകളിലൊക്കെ സുറിയാനി പൈതൃകവുമായിട്ടുള്ള സജീവ ബന്ധം. നമ്മളൊന്ന് വിചാരിച്ച് നോക്കിക്കുക, ഒരു വലിയ കൽക്കുരിശിലെ പേർഷ്യയിൽ ഇതെല്ലാം കൊത്തി രൂപപ്പെടുത്തിയതിന് ശേഷം അത് അവർ വന്ന കപ്പലിൽ കയറ്റി കേരളത്തിൽ കൊണ്ടുവന്ന് ഒന്ന് മൈലാപ്പൂരിൽ മാർത്തോമാസികയിടത്തിലും മറ്റ് 4 കേരളത്തിലെ പ്രാചീന ദേവാലയങ്ങളിലും പ്രതിഷ്ഠിക്കുവാനായിട്ട് അവർ ശ്രമിച്ച ത്യാഗം ഈ സഭയുമായിട്ടുള്ള ബന്ധത്തിലാണ്. ഈ കുരിശ് മാത്രമല്ല, കുരിശിനോടൊപ്പമുള്ള നമ്മുടെ സഭ പൈതൃകത്തെയാണ് കാണുന്നത്. അവിടെ നമുക്ക് നമ്മുടെ സുറിയാനി ആരാധനാക്രമങ്ങളിലുള്ള ബന്ധങ്ങളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് നമ്മൾ കാണുന്നത് ഈ പേർഷ്യ 7-ാം നൂറ്റാണ്ടിൽ ആരംഭിച്ചു മുഹമ്മദീയ പീഡനങ്ങൾ. ഇപ്പോഴത്തെ രീതി പുറത്തോട്ട് കേൾക്കാനല്ല, പറഞ്ഞാൽ വർഗീയത പറഞ്ഞത് വരും. ഞാനീ പറയുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള കാര്യമാണ്. ആ പ്രദേശത്ത് ഇസ്ലാമിക് ഇൻവേഷൻ വളരെയധികമായിട്ടുണ്ടായി. അപ്പൊ അങ്ങനെ സഭ ബലഹീനമായി. അവിടുന്ന് മലങ്കര സഭയിലേക്ക്, കേരളത്തിലെ സഭയിലേക്ക് സഹായം കിട്ടാൻ പ്രയാസമായി. അവർ തന്നെ ആന്തരിക സംഘർഷത്തിലായി. പലരും ചർച്ച് ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വന്നു. ചർച്ച് ടാക്സ് എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനി ആയിരിക്കണമെങ്കിൽ സുൽത്താനെ കപ്പം കൊടുക്കണം. പിന്നെ 2ാം തരം പൗരന്മാരായിട്ടാണ് ക്രിസ്ത്യാനികളെ കാണുന്നത്. ഇത് കൂടാതെ 11-12 നൂറ്റാണ്ടുകളായപ്പോഴത്തേക്ക് മംഗോളിയൻസ് വന്ന് ഈ പ്രദേശങ്ങളെല്ലാം കീഴടക്കി. കുബ്ലഖാനെ കുറിച്ചൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഇംഗ്ലീഷ് സാഹിത്യമൊന്നും പഠിച്ചിട്ടുള്ള പിള്ളേരൊക്കെ ഇല്ല. അത് ഇപ്പോഴത്തെ സിലബസ് ഇതൊന്നും ഇല്ലായിരിക്കും. കുബ്ലഖാൻ എന്ന് പറയുന്ന ഒരു മംഗോളിയനെ കുറിച്ചുള്ള കവിതയൊക്കെ. ഓക്കെ, അത് വളരെ ഒരു മംഗോളിയൻ ഇൻവേഷൻ ഉണ്ടായി. പേർഷ്യയിൽ അക്കാലത്തെ ഒരു മംഗോളിയൻ സന്യാസി ബിഷപ്പ് വരെ, അദ്ദേഹത്തിന്റെ പേര് യാബാലാഹ. ഈ യാബാലാഹ ഒരു സന്യസ്തനായി ചൈനയിൽ നിന്ന്, മംഗോളിയയിലെ ഉയ്ഗൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് പേർഷ്യയിൽ വന്ന് സെറ്റിൽഡ് ഔട്ട് ചെയ്തതാണ്. അത്രയും സ്വാധീനം ഉണ്ടായിരുന്നു. പക്ഷേ ഒരു കുറെ കാലം കഴിഞ്ഞപ്പോൾ, ഈ തലമുറകൾ കഴിഞ്ഞപ്പോൾ മംഗോളിയൻസ് മുഴുവൻ ഇസ്ലാം മതം സ്വീകരിച്ചു. അതോടെ അവശേഷിച്ചിരുന്ന ക്രിസ്ത്യാനികൾക്ക് പീഡനം ഇരട്ടി. കാരണം ഭരണാധികാരികൾ പോലും ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുവാനും നാട് കടത്തുവാനും ഭീഷണിപ്പെടുത്താനും ഒക്കെ തുടങ്ങി. പിന്നെ അവിടെ പിടിച്ചു നിൽക്കാൻ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ പലരും കീഴടങ്ങി. ചിലരെല്ലാം അവിടെ നിന്ന് പലായനം ചെയ്ത് മാറി. ഒത്തിരി പേരെ കൊന്നുകളഞ്ഞു. ഇങ്ങനെയെല്ലാം സഭ, ഇവിടുത്തെ സഭയ്ക്ക് അതിൻ്റെ ക്ഷീണം വളരെയധികം ഉണ്ടായി. ഇവിടെ ഇങ്ങോട്ട് പഠിപ്പിക്കാൻ ആളുകളും അതുപോലെ പിതാക്കന്മാരൊക്കെ ലഭ്യമല്ലാതായി. അങ്ങനെ ഇരുന്ന ഘട്ടത്തിലാണ് അവിടെ നിന്നുള്ള 2-3
നെസ്തോറിയൻ ബിഷപ്പന്മാർ കേരളത്തിലേക്ക് വന്നു. അവരെ നമ്മൾ ക്ഷണിച്ചു കൊണ്ടുവന്നാണെന്നാണ് ചരിത്ര പുസ്തകങ്ങളിലൊക്കെ കാണുന്നത്. കാരണം ഇവിടെ ബിഷപ്പുമാരില്ല. അതിലെ അവിടെ നേരെ 2 ലൈനുണ്ടായി. കൽക്കത്തായ സഭയിലെ മാർപ്പാപ്പായെ സ്വീകരിക്കുന്ന ഒരു സൂലാക്ക ലൈനും സ്വതന്ത്ര സഭയായിട്ട് കാണുന്ന ഒരു പൗരാണിക വിഭാഗവും, അങ്ങനെ 2ആയിട്ട് തിരിഞ്ഞു. അതിലെ സൂലാക്ക ലൈനിൽ നിന്ന് അല്ല ഇവിടെ വന്നവര്. കാരണം സൂലാക്ക പാത്രികീസിനെ സ്വന്തം നാട്ടിലേക്ക് വരാൻ സാധിച്ചില്ല പിന്നീട്. അതിനുശേഷം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1540 അവിടെ സൂലാക്ക ലൈനിൽ ബിഷപ്പുമാർ പിന്നീട് ഉണ്ടാകുന്നത്. ഏതായാലും ഈ നെസ്തോറിയൻ കാതോലിക്കേഴ്സ് വിട്ട 3 ബിഷപ്പുമാരുടെ സ്ഥിരതാമസമായി. അവരിൽ ചിലർ ഇവിടെ വന്നിട്ട് മലങ്കരയിലെ കേരളത്തിലെ സഭയെ കുറിച്ച് റിപ്പോർട്ട് അവരുടെ അന്നത്തെ കാതോലിക്കയ്ക്ക് അയച്ചു കൊടുത്തു. അതിൻ്റെ അകത്ത് കേരളത്തിലെ സഭകളെ കുറിച്ച് പറയുന്നു. ഇങ്ങനെ ശക്തമായ വേരോട്ടമുള്ള ഒരു സഭയോടുണ്ട്, സ്വതന്ത്രമായിട്ട് നിലനിൽക്കുന്നതിന് ആരുടെയും പീഡനവും പ്രയാസവും ഒന്നുമില്ലാതെ രാജാക്കന്മാരുടെ പരിലാളനമൊക്കെ ആയിട്ട് ഇവിടെ ബിസിനസ്സിലും കൃഷിയിലുമൊക്കെ ശോഭിച്ചു കഴിയുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഇവിടെ കത്തയക്കുന്നുണ്ട്. ആ കത്തിൻ്റെ പൂർണ്ണരൂപം ഈ ഫിറത്ത് എന്ന് പറയുന്ന ചരിത്രകാരൻ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ കാലഘട്ടം കഴിഞ്ഞിട്ട് അവർ ഈ ബിഷപ്പുമാർ കാലം ചെയ്തു. വീണ്ടും ഇവിടെ ബിഷപ്പില്ലാതെ വന്നപ്പോൾ ഒരു ഇന്ത്യക്കാരൻ, ഇന്നത്തേക്ക് നമ്മുടെ വാസ്കോഡിഗാമയുടെ അദ്ദേഹം കേരളത്തിൽ വന്നു. വാസ്കോഡിഗാമ എന്ന കേരളത്തിൽ വന്നു. നമ്മുടെ നോക്കാനല്ലേ ഇപ്പോൾ അച്ഛൻ തിരിഞ്ഞിരിക്കുന്നത്, അച്ഛനെ അല്ല വാസ്കോഡിഗാമ എന്ന കേരളത്തിൽ ഇവർക്കൊക്കെ ചരിത്രവും ഭൂമിശാസ്ത്രവും ഒന്നും അറിയത്തില്ല. ആകെപ്പാടെ അച്ഛൻ ഇവരെല്ലാം കരിസ്മാറ്റിക്കാരാണ്. വിശുദ്ധ ഗ്രന്ഥം മാത്രമേ വായിക്കുള്ളൂ. ഞങ്ങളുടെ കൂട്ടത്തിൽ കുറെ കരിസ്മാറ്റിക്കാരുണ്ട്. അവർ പത്രം പോലും വായിക്കില്ല, ടെലിവിഷൻ കാണുകയില്ല. അതുപോലത്തെ അസുഖമുള്ളവരാണ് ഇവിടെ ഇരിക്കുന്നത്. അല്ല, എന്നാ വാസ്കോഡിഗാമ 1490 ഇത്രയും പറഞ്ഞിട്ട് ഭാഗമായിട്ട് 1498 വന്നിറങ്ങിയത് എവിടെ? കാപ്പാട് എന്ന് പറയുന്ന സ്ഥലത്ത്, നമ്മൾ പറഞ്ഞതിന്റെ അടുത്തുള്ള വന്നിറങ്ങിയ സ്ഥലത്തിന്റെ പേരാണ് കാപ്പാട്. ഓക്കെ. അപ്പൊ ഈ വാസ്കോഡിഗാമയുടെ പുറകെ വന്നവരാണ് ഖബ്രാൾ എന്ന് പറയുന്നവരാണ്. അദ്ദേഹം തിരിച്ചു പോയപ്പോൾ ക്രിസ്ത്യാനികളുടെ ബിരുദന്മാരാണ്. ജോസഫ് എന്ന പേരിലുള്ള ഒരു കേരളീയൻ ആ കപ്പലെ വലിയ പുള്ളി അവിടുന്ന് ലിസ്ബണിലും പോർച്ചുഗലിലും റോമിലും പുള്ളിക്ക് പോകാവുന്ന സ്ഥലത്ത് പോയി. ഇദ്ദേഹത്തെ ഇങ്ങനെ പോയി എന്നൊക്കെ നമ്മൾ അറിയുന്നത് ജോസഫ് ദി ഇന്ത്യൻ എന്ന പേരിൽ ഇന്ത്യ ഇൻ 1500 എന്ന പേരിലൊരു സ്പാനിഷ് അച്ഛനാണെന്ന് എനിക്ക് തോന്നുന്നത് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അപ്പൊ ആ പുസ്തകത്തിൽ ഇദ്ദേഹം ഇവിടെയെല്ലാം പോയി. ഇവിടെയൊക്കെ പോയിട്ട് അവസാനം അവിടെ കാതോലിക്കോസ് സെന്ററിലേക്ക് ചെന്നു. ഞങ്ങൾക്ക് മെത്രാന്മാരെ വേണം, ഇവിടെ മെത്രാന്മാരില്ല എന്നൊക്കെ പറഞ്ഞു. അദ്ദേഹത്തിന്റെ കൂടെ അയക്കാൻ അന്ന് കാതോലിക്കോസ് 2 മെത്രാന്മാർ സന്യാസിമാരെ മെത്രാന്മാരാക്കി ഇന്ത്യയിലേക്ക് അയച്ചു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ പോർച്ചുഗീസുകാരെ ക്രിസ്ത്യാനികളൊക്കെ ആദ്യം കണ്ടപ്പോൾ വലിയ സന്തോഷമൊക്കെ ആയിരുന്നേലും കൂടെ ഉണ്ടായിരുന്ന കർമ്മരീത്തക്കാർക്ക് കേരളത്തിലെ ഈ
ക്രിസ്ത്യാനികളുടെ ഈ അമീര് വരുമെന്ന് അത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ അവരെന്താ ചെയ്തു? ഇത് മുഴുവൻ ലാറ്റിനൈസ് ചെയ്യണം. അപ്പോ ജോണച്ചാൻ, ഞാൻ പറയുന്ന വല്ല വേദവിരീതമാണ്, തിരുത്തിയേക്കണേ. ഈ ലാറ്റിൻ പിതാക്കന്മാർ അല്ലെങ്കിൽ ലാറ്റിൻ മൊത്തം ലാറ്റിനൈസ് ചെയ്തു. കേരളത്തിൽ കണ്ട ക്രിസ്തീയ രൂപങ്ങളൊന്നും, രൂപങ്ങൾ ഞാൻ പറയുന്ന ഇതല്ല, ക്രിസ്തീയ ശൈലികളൊന്നും സാർവത്രിക സഭയ്ക്ക് ചേർന്നതല്ലാത്തത് കൊണ്ട് കേരളത്തിലെ ക്രിസ്ത്യാനികളെ വീണ്ടും ക്രിസ്ത്യാനിയാക്കണം, അവരുടെ ലാറ്റിൻ കുർബാന എഴുതണം, ലാറ്റിൻ രീതികളെല്ലാം തുടരണമെന്നവരെ നിർബന്ധം പിടിച്ച് നമ്മുടെ പല പള്ളികളും അവരെ കൈവശപ്പെടുത്തി ആളുകളെ നിർബന്ധിച്ചു. അങ്ങനെയാണ് പുതിയൊരു പശ്ചാത്തലം ഉണ്ടായിരുന്നത്. അതേ തുടർന്നാണ് ഈ ആർച്ച് ബിഷപ്പ് ബെനസീസ് ഗോവയിലേക്ക് നിയമിതനായി. ഗോവയിൽ വരുമ്പോൾ അദ്ദേഹത്തിന് കൊടുക്കുന്ന നിയമനാധികാരത്തിൽ ഇന്ത്യ മുഴുവൻ്റെ ചുമതലയുണ്ട്. കേരളത്തിലെ ഈ ഗുരുത്തക്കെട്ട അനുസരണമില്ലാത്ത സുഖ്യാനിക്കാർ കുറെ പേരുണ്ട്. അവരെ നേരെയാക്കാൻ വേണ്ടി അദ്ദേഹം നേരെ കേരളത്തിലേക്ക് വന്നു. പോർച്ചുഗീസ് ഭരണാധികാരികളുടെ എല്ലാ പിന്തുണയുണ്ടായിരുന്നു. നമ്മുടെ പൗരാണിക ദേവാലയങ്ങളിലെല്ലാം ഇവർ പട്ടാളക്കാരോടുകൂടി ചേർന്ന് എല്ലാ പള്ളികളിലും ലാറ്റിനൈസ് ചെയ്തു. ഇതിനെതിരെ ഉണ്ടായ റിപ്പോർട്ടാണ് നമ്മളൊരു പക്ഷേ കേട്ടിട്ടുണ്ടായിരിക്കും, കൂനംകുരിശ് പ്രതിജ്ഞ എന്ന് പറയുന്നത്. കൂനംകുരിശ് പ്രതിജ്ഞ കഴിഞ്ഞിട്ട് പക്ഷെ ദൗർഭാഗ്യവശാൽ അതേ തുടർന്ന് സഭ രണ്ടായിട്ട് വേർപിരിഞ്ഞു. അവിടെ വരെയുള്ള എൻ്റെ വിഷയം, ബാക്കിയുള്ള വിഷയങ്ങൾ ഇനി മുന്നോട്ട് വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതാണ് സഭയുടെ പൊതു പൈതൃകത്തെ കുറിച്ച് എനിക്ക് പറയാൻ ഉള്ള കാര്യങ്ങൾ. ഇനിയും നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ചോദിച്ചാൽ നമുക്ക് ബാക്കി സമയം എനിക്കറിയാവുന്ന പോലുള്ള മറുപടികളൊക്കെ പറയാം. അല്ലെങ്കിൽ നമ്മുടെ രണ്ട് അച്ഛന്മാരുണ്ട്, അവരും കൂടി ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുക. വല്ലതും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. നമ്മൾ അച്ഛൻ പറയുന്നത് കേട്ടു. അച്ഛൻ പറഞ്ഞത് ശരിയാണ്. നമുക്ക് ചരിത്രപരമായ ഒരു തെളിവുകൾ ഇല്ല. അച്ഛൻ പറഞ്ഞതുപോലെ അന്ന് എഴുതി വെക്കാനും സംരക്ഷിക്കാനുമുള്ള ഒരു കാലാവസ്ഥ പ്രശ്നമല്ല നമ്മുടെ നാട്ടിലുള്ള. അല്ലെ, വർഷങ്ങൾക്ക് ശേഷം അത് നശിച്ചു പോകും. ഇപ്പം തന്നെ ഈ പുസ്തകം എനിക്ക് പഴക്കമൊന്നുമില്ല, ഇതിൻ്റെ പഴുതി കളിക്കും, നമുക്കറിയാം. അല്ലെ, പഴയ മാംസക്കട എടുക്കാൻ വരുമ്പോൾ അല്ലെ, അച്ഛൻ ഒരു 80 വയസ്സ് മുമ്പോട്ടുള്ളവരുടെ മാംസക്കട എടുക്കാൻ വരുമ്പോഴത്തേക്ക് വികാരിച്ച് തട്ടുന്നത് കണ്ടാൽ പേടി തോന്നി. അത് ഈ പുസ്തകം എപ്പോഴാണ് ഒഴിഞ്ഞു പോകണമെന്ന്. അപ്പോൾ നമുക്കറിയാം ഈ വർഷങ്ങൾ അല്ലെങ്കിൽ 2000 വർഷങ്ങൾക്ക് പഴക്കമുള്ള ഈ പറയുന്ന ചരിത്രാവസ്ഥ ഇത് പലപ്പോഴും ഇപ്പോഴത്തെ ആൾക്കാർ നമ്മൾ ചിന്തിക്കുമ്പോൾ എവിടെ എഴുതി വെച്ചിരിക്കും അല്ലെ, നമ്മൾ വിചാരിക്കുന്നത് ഈ മലയാളത്തിൽ എവിടെ എഴുതി വെച്ചിരിക്കും, ഈ ആഴ്ചപ്പള്ളിയെ കുറിച്ചുള്ളത് എവിടെ എഴുതി വെച്ചിരിക്കും. ഈ മലയാള ഭാഷയ്ക്ക് എത്ര വർഷത്തെ പഴക്കമുണ്ടെന്നുണ്ട് കൂടിപ്പോയാൽ 100 വർഷം, അത് കൂടുതലില്ല. 500-600 വർഷത്തെ പഴക്കം ഇവിടെ പറയുന്ന മലയാള ഭാഷ. അതിനു മുമ്പ് നമ്മളെന്തോ സംസാരിച്ചിരുന്നു, ഏതാ? തമിഴാണ്. നമ്മൾ തമിഴാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് അല്ലേ. അപ്പൊ അതിന്റെ ചരിത്രപരമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ സംഘകാല കൃതികൾ വായിക്കണമെന്നാണ് പറയുന്നത്. ഈ സംഘകാല കൃതികൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ഈ സംഘകാല കൃതികൾ എഴുതിയിരിക്കുന്നത് മിക്കവാറും അന്നത്തെ ഇപ്പൊ ഇന്നത്തെ കാലത്ത് നോക്കിയാൽ കേരളത്തിലുള്ളവരാണ്. ഈ പറയുന്ന സംഘകാല കൃതികളിൽ തോമസ് ലിയ വന്നതിനെ കുറിച്ചും ഇവിടുത്തെ ക്രിസ്ത്യാനികളെ കുറിച്ചുമുള്ള വിവരങ്ങളുണ്ട്. പക്ഷെ അതാരും വായിച്ചു നോക്കാൻ അതിന്റെ ട്രാൻസ്ലേഷൻ ഇതുവരെ പോയിട്ടില്ല. അതുകൊണ്ട് അതവിടെ കിടക്കും. പിന്നീടുള്ളത് 7 പള്ളികളായിട്ട് പറഞ്ഞതുപോലെ പള്ളി സ്ഥാപിച്ചതായിട്ടുള്ള സമൂഹങ്ങൾ ഈ സ്ഥാപിച്ചതായിട്ടാണ് ഈ പറയുന്ന 7 സമൂഹങ്ങൾ അല്ലെങ്കിൽ 7 സമൂഹങ്ങൾ. ആരാജെന്ന് പറയുന്നത് ഒരു പകുതിയല്ല, അതിന് പഴയ വിശുദ്ധമായുള്ളതിനെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് ഈ ആരാധന. അപ്പൊ 7 സഭാ സമൂഹങ്ങൾ സ്ഥാപിച്ചു. അതിനെക്കുറിച്ച് നിങ്ങളുടെ സത്ര ബിഷപ്പ് എന്ന് പറയുമ്പോൾ മനസ്സിലായി അദ്ദേഹം AD മറ്റം ബിഷപ്പ് പ്രധാന D മറ്റം അദ്ദേഹം പറയും ഇപ്പൊ 7 സമൂഹം അത് വെറുതെ വന്നതല്ല, തോമസ് ലീഗ് വെറുതെ വന്നതല്ല, അത് പഴയ ബിസിനസ് കേന്ദ്രങ്ങളാണ്. കൊടുങ്ങല്ലൂരും പറയുന്ന പാലയൂരും
തീരണു. നേണത്തൊക്കെ എന്ന് പറഞ്ഞ പഴയ വലിയ ബിസിനസ് കേന്ദ്രങ്ങളാണ്. ഈ ബിസിനസ് കേന്ദ്രങ്ങളെ അനുബന്ധിച്ച് യഹൂദന്മാരുടെ വലിയ കോളനികൾ ഉണ്ടായിരുന്നു. ഈ 7 പള്ളികൾ അല്ലെങ്കിൽ 7 സമൂഹങ്ങളെ എടുത്തു നോക്കിയാൽ ഇതിൽ 6 നദികളുടെ തീരങ്ങളിലാണ്. ഒരെണ്ണം മാത്രമേ ഉള്ളൂ നദീതീരത്തല്ലാത്തത്. അതേതാണെന്നറിയാമോ? ഏതാണെന്നറിയാമോ? നിലയ്ക്കല. ഇല്ല, ഇന്ന് അതുവഴി വഴി കൊണ്ടുപോകുന്നില്ല. പക്ഷെ പണ്ട് തമിഴ്നാട്ടിൽ പൊയ്ക്കൊണ്ടിരുന്ന ആകപ്പാടെ ഉണ്ടായിരുന്ന ഒരു ബിസിനസ് റൂട്ടാണ് ഈ നിലയ്ക്കൽ കൂടിയുള്ളത്. അതുകൊണ്ട് അവിടെ യഹൂദരുടെ ഒരു കോളനി ഉണ്ടായിരുന്നു. അപ്പം തോമസ് ലീഹ വന്നത് ഈ യഹൂദ കോളനികളിലേക്കാണ്. അല്ലാതെ മലയാളിയെ ക്രിസ്ത്യാനിയാക്കാൻ ഇല്ല. ബൈബിളിൽ കർത്താവ് പറയുന്നത് ജെറുസലേമിലും യൂദയായിലും ലോകത്തിന്റെ അവസാനം എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ അതിർത്തിയിലേക്ക് നിങ്ങൾ പോകാനാണ് കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ആദ്യം സുവിശേഷം പ്രസംഗിക്കേണ്ടത് യഹൂദരോടാണ്. ആദ്യം സുവിശേഷം പ്രസംഗിക്കേണ്ടത് യഹൂദരോട്. അതുകൊണ്ട് അപ്പോസ്തലന്മാർ എല്ലാവരും പോയത് ആദ്യം യഹൂദരുടെ ഇടയിലേക്കാണ്. അന്ത്യോക്യയിലും കൊറിന്തോസിലും ഒക്കെ പൗലോസ് പോകുന്നത് സിനഗോഗുകളിൽ പഠിപ്പിക്കാനാണ്. അവിടുന്ന് പുറത്താക്കിയപ്പോഴാണ് വിജാതിയുടെ ഇടയിലേക്ക് പോകുന്നത്. തോമസ് ലീഹ ഇവിടെ വന്നതും ഈ സമൂഹങ്ങളിലേക്കാണ്. അപ്പം ആ ഒരു കാലഘട്ടം നോക്കിയാൽ എന്ന് പറഞ്ഞാൽ 1-ാം നൂറ്റാണ്ട് AD 52 മുതൽ 72 വരെയുള്ള നമ്മുടെ ഇവിടുത്തെ അന്നത്തെ പ്രധാന മതം അല്ലെങ്കിൽ വിശ്വാസം ഏതായിരുന്നു നിങ്ങൾക്കറിയാമോ? അന്നിവിടെ ഉണ്ടായിരുന്ന മതം അല്ലെങ്കിൽ ഒരു വിശ്വാസം സമൂഹം ഏതായിരുന്നു നിങ്ങൾക്കറിയാമോ? ഏതാണ്? ബുദ്ധമതം അല്ലെ? അശോകന്റെ കാലം തൊട്ട് ഭാരതം മുഴുവൻ ബുദ്ധമതത്തിന്റെ കേന്ദ്രങ്ങളാണ്. അല്ലെ? നമ്മുടെ ചരിത്രം പഠിക്കുന്നുണ്ട്. അശോകന്റെ സഹോദരി ബുദ്ധമത പ്രചാരണത്തിനായിട്ട് ശ്രീലങ്കയിലേക്ക് പോയി. കേരളത്തിൽ നിന്നാണ് പോയത്. 8-ാം നൂറ്റാണ്ട് മുതലാണ്, ആദിശങ്കരാചാര്യരുടെ കാലം മുതൽ 8-ാം നൂറ്റാണ്ട് മുതലാണ് ഹിന്ദുവിസം വീണ്ടും ശക്തി പ്രാപിക്കുന്നത്. അപ്പൊ അതിനു മുമ്പ് തന്നെ ഇവിടെ ക്രിസ്തീയ സമൂഹങ്ങൾ തോമസ് ലീഹ സ്ഥാപിച്ചിരുന്നു. അപ്പൊ ഇവിടെ പറയുന്ന കഥകളിൽ പറയുന്ന ബ്രാഹ്മണരെ ക്രിസ്ത്യാനികളാക്കിയത് പറയുന്നത് ബുദ്ധമത സന്യാസികളെയാണ്. പഴയ ബുദ്ധമത സന്യാസികളെയാണ് തോമസ് ലീഹ ആക്കിയെന്ന് ഇവിടെ ബിഷപ്പ് AD മറ്റം നിങ്ങളോട് പറയുമായിരുന്നു. എന്നാൽ അതിന് ഒരു കാര്യം പറയും. ഈ ശബരിമല എന്ന് പറയുന്നത് നിങ്ങൾ പലപ്പോഴും ഇതിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ഒരു ഹൈന്ദവ മത കേന്ദ്രമല്ല, ഒരു ബുദ്ധ മത വിഹാരമാണ്, അവരുടെ ആശ്രമമാണ്. എന്ന് പറഞ്ഞാൽ അവിടുത്തെ വിഗ്രഹം ഇരിക്കുന്നത് അത് ബുദ്ധന്റെ വിഗ്രഹം ഇരിക്കുന്നത് പോലെ, അല്ലാതെ ഹൈന്ദവ ആചാരപ്രകാരമുള്ള ഒരു വിഗ്രഹവും അല്ല. അത് പിന്നീട് ഹൈന്ദവ അതിപ്രസരം ഉണ്ടായപ്പോൾ ഇതെല്ലാം ഹൈന്ദവ ആചാരങ്ങളിലേക്ക് അല്ലെങ്കിൽ ഹൈന്ദവ മതത്തിന്റെ ഭാഗമായിട്ട് അവർ ഏറ്റെടുത്തതാണ്. അപ്പൊ അത് നമുക്ക് അവിടെ നിൽക്കട്ടെ. ഈ പറഞ്ഞതുപോലെ അന്നത്തെ ഈ പറയുന്ന എഴുതി വയ്ക്കാനോ അല്ലെങ്കിൽ ചരിത്രപരമായിട്ടോ ഉള്ള കാര്യങ്ങൾ നമുക്ക് ലഭ്യമല്ലാത്തതിന് പ്രധാനപ്പെട്ട കാരണം ഈ പറയുന്ന ഭാഷാപരമായ വ്യത്യാസമുണ്ട്. അതിനുശേഷം ഇത് സൂക്ഷിക്കാനുള്ള പ്രശ്നങ്ങളുണ്ട്. അല്ലെ? എഴുതി സൂക്ഷിക്കുക എന്നുള്ളത് അത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അന്നത്തെ ഒന്നും ഇപ്പൊ കാണില്ല. പിന്നെയും 1599 ഉദയപൂർ സുലഭദോസിന്റെ കാലത്ത് അന്നത്തെ കൽപ്പന അനുസരിച്ച് നമ്മുടെ പള്ളികളിൽ ഉണ്ടായിരുന്ന എല്ലാ ഡോക്യുമെന്റുകളും തീയിട്ട് കത്തിക്കേണ്ടതാണ്. അതിനെക്കുറിച്ച് അടുത്തതിനകത്ത് പറയുകയായിരുന്നു. അങ്ങനെ നമ്മുടെ പള്ളിയിലുള്ള എല്ലാ ചരിത്ര പുസ്തകങ്ങളും എല്ലാം നശിപ്പിക്കപ്പെട്ടതാണ്. പിന്നെ നമ്മൾ ഈ പറയുന്ന നമ്മുടെ യാമപ്രാർത്ഥന പുസ്തകം, അല്ലെ? നമ്മുടെ ഇപ്പോഴത്തെ കുർബാന തക്സ, ഇതൊക്കെ പിന്നെ എവിടെ നിന്ന് വന്നു? അത് റോമിലെ വത്തിക്കാൻ മ്യൂസിയത്തിൽ ഉണ്ടായിരുന്നതും പാരീസിലെ മ്യൂസിയത്തിൽ ഉണ്ടായിരുന്ന പുസ്തകങ്ങൾ എടുത്തുകൊണ്ടാണ് ട്രാൻസ്ലേഷൻ നടത്തിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ അങ്ങനെ ഒരു പുസ്തകങ്ങളും ലഭ്യമല്ലായിരുന്നു. കാരണം അന്നത്തെ സുലഭദോസിന് ശേഷം പറഞ്ഞ ലത്തീനീവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് അന്നുണ്ടായിരുന്ന പുസ്തകങ്ങൾ മുഴുവൻ കത്തിച്ചു കളഞ്ഞ മഹറോൻ നിയമത്തിന് കീഴിൽ, അതൊക്കെ അറിയാവില്ലേ? ഇപ്പൊ അങ്ങനെ സംഗതി ഇല്ലാത്തതുകൊണ്ട് അറിയില്ല. ഒരു 10-50 വർഷം മുമ്പ് വരെ നമുക്ക് ഈ മഹറോൻ ശിക്ഷയൊക്കെ ഉണ്ടായിരുന്നു. അല്ലെ? പള്ളിക്ക് പുറത്താക്കുക, സിമിത്തേരിക്ക് പോലും അങ്ങനെ സ്ഥലം ഉണ്ടായിരുന്നു. മഹറോൻ ജില്ലവരെ പുറത്തുല്ലേ സ്ഥലം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഉണ്ടായിരുന്ന കൽപ്പനയ്ക്കകത്ത് ഈ പറയുന്ന ചരിത്ര പുസ്തകങ്ങൾ മുഴുവൻ കത്തിച്ച് കളയപ്പെടേണ്ട വന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന ചരിത്രങ്ങളൊന്നും തന്നെ നമ്മൾക്ക് ഇപ്പോഴത്തെ നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന രീതിയിൽ ലഭ്യമല്ല. പിന്നീടുള്ളത് വാമൊഴിയായിട്ടും റംബാൻ പാട്ടുകളിലൂടെയും നമ്മുടെ പറയുന്ന സാംസ്കാരികപരമായിട്ട് വരുമ്പോൾ ഈ പാട്ടുകളുടെയും മറ്റ് നൃത്തരൂപങ്ങളുടെയും ഒക്കെയാണ് അതിങ്ങനെ നിലനിന്ന് പോകുന്നത്.
ഈ പറയുന്ന ഇപ്പോഴത്തെ നമ്മുടെ സഭയുടെ പ്രശ്നം പറഞ്ഞാൽ അത് ഇങ്ങനെ തുടങ്ങിയതല്ല, അത് നേരത്തെ തുടങ്ങിയതാണ്. പക്ഷെ അതിശക്തമായ ഒരു സമൂഹം നമ്മൾക്ക് ഇവിടെ ഉണ്ടായി എന്ന് പറഞ്ഞാൽ സുറിയാനി പാരമ്പര്യത്തിൽ തന്നെ എല്ലാം പോകണം എന്നുള്ള വിചാരം ഉണ്ടായത് കൊണ്ടാണ് അച്ഛൻ പറഞ്ഞതുപോലെ മുനുമ്പ് സദ്യമൊക്കെ ഉണ്ടാകുന്നത്. അതിനുശേഷം അതിരമ്പുഴ സുനഹദോസ് അവിടെ വെച്ചാണ് നമ്മൾക്ക് നമ്മുടേതായ കർത്താന്മാർ വേണമെന്നും പറഞ്ഞ് റോമിലെ മാർപ്പാപ്പായ്ക്ക് കത്തുവിടുന്നതും നമ്മുടെ കര്യാച്ചൻ പിതാവിനെയൊക്കെ അവിടെ നിന്ന് കർത്താനായിട്ട് അഭിഷേകം ചെയ്ത് ഇന്ത്യയിലേക്ക് അയക്കുന്നതൊക്കെ ഇങ്ങനെയുള്ള സുനഹദോസുകൾ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പ്രാദേശിക നമ്മൾ പറഞ്ഞ അസംബ്ലി, ഇപ്പോഴത്തെ നമ്മുടെ സിനഡ് അസംബ്ലി പോലെ നമ്മൾ കൂടി തീരുമാനിച്ച കാര്യങ്ങളാണ്. അത് ജനങ്ങളുടെ ഒരു ആവശ്യമാണ്. സുറിയാനിക്ക് വേണ്ടി പറഞ്ഞാൽ സിറിയൻ പാരമ്പര്യത്തിന് വേണ്ടി അധ്വാനിച്ച പൂർവ്വപിതാക്കന്മാർ നമുക്കുണ്ട്. നമ്മളിപ്പോൾ പറയുന്ന മറ്റൊരു കാര്യം പറയുന്നത് ചേന്നങ്കരിക്കാരുടെ ആരെങ്കിലും ചേന്നങ്കരിക്കാർ ഉണ്ടോ? നമുക്കറിയാം നമ്മളിപ്പോ ഊച്ചക്കൊള്ളുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ചേന്നങ്കരി പള്ളി ചെന്ന അതിന്റെ അവിടെ പള്ളിയുടെ മുകളിലാണ് ഇപ്പൊ വെച്ചിരിക്കുന്നത് വിശുദ്ധനായ ചാവറ കുര്യാക്കോസ് എലിയാസ് അച്ഛൻ മാമോദീസ മുങ്ങിയ മാമോദീസ പള്ളി കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ഉണ്ടോ? പലപ്പോഴും നിങ്ങൾ ഞാനും പോയി കണ്ടിട്ടുണ്ട്. പള്ളി പഠിക്കുന്ന സമയത്ത് ഞങ്ങളത് കണ്ടിട്ടുണ്ട്. പള്ളി പഠിച്ചപ്പോൾ അത് കളയുണ്ട്. കാരണം ചാവറയച്ചൻ മാമോദീസ മുങ്ങിയ മാമോദിസയാണ് എന്ന് പറഞ്ഞാണ് പുതിയ പള്ളിയുടെ മോഡലത്തിൽ അത് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇപ്പം കുറ്റം കൊള്ളുന്നുണ്ട്. ചാവറ പിതാവ് പുത്തൻ കുർബാനയുടെ രീതി എവിടെയാണെന്ന് അറിയാം. പട്ടം വാങ്ങിച്ചിട്ട് നടത്തല്ലപ്പെട്ടു. കാരണം എന്റെ സ്വന്തം ഇടവകച്ചെല്ലാൻ ഞാൻ ഇതുപോലെ പട്ടം കഴിഞ്ഞിട്ട് ഞങ്ങൾ ജർമ്മനിക്ക് പോകുന്നതിന് മുമ്പ് 2002 ഞാൻ ഇതുപോലെ ആദ്യമായിട്ട് അത്തപ്പള്ളിയിൽ പോകുന്നു. അവിടെ ചെന്ന് പഴയ പള്ളിയിൽ ചെന്നപ്പോഴാണ് ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. ഇതിന്റെ ചരിത്രമൊക്കെ എഴുതി വെച്ച കൂട്ടത്തിൽ ചാവറ പിതാവ് പുത്തൻ കുർബാന ശരിക്കും ഡേറ്റുമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ നമ്മുടെ മനസ്സിനോട് ഞാൻ ഇങ്ങനെ ചോദിച്ചു, അതെന്താ അവിടെ അങ്ങനെ എഴുതിയിരിക്കുന്നത്? കാരണം ചേന്നങ്കരിക്കാരനാണെന്നുള്ള അറിവ് അതാണ് പറഞ്ഞത്. സുറിയാനി പാരമ്പര്യത്തോടുള്ള സ്നേഹം കൊണ്ട് നാട്ടുകാര് ചാവറ പിതാവിനെ കുർബാനയെല്ലാം അതിലൂടെ ഇറക്കി നമ്മുടെ കുട്ടനാട്ടുകാരുടെ പഴയ സ്വഭാവം അനുസരിച്ച് വോട്ട് വരുമ്പോൾ പറഞ്ഞാൽ അന്നത്തെ വരാപ്പുഴ മെത്രാപൊലീതമായിട്ടാണ് വരുന്നത്. വോട്ട് വന്നപ്പോൾ ആ കടവ് മുഴുവൻ ഓളെ ഇറക്കി അവരാണ് അടക്കി. കാരണം ചാവറ പിതാവ് ലത്തീനിൽ പോയി പട്ടം സ്വീകരിച്ചു. അതായിരുന്നു കുറ്റം. വലിയ പഴക്കമുള്ളവർക്ക് ആ സംഭവം നോക്കില്ല. സുറിയാനി പാരമ്പര്യത്തോടുള്ള നമ്മുടെ പിതാക്കന്മാരുടെ അഭിനിവേശം അത്രമാത്രം ഉണ്ടായിരുന്നു. പക്ഷെ അതിന് നമ്മൾ സ്വാതന്ത്ര്യം കിട്ടി നമ്മളിങ്ങനെ ഒരുമാതിരി ആയി വന്നപ്പോഴത്തേക്കും നമുക്കുണ്ടായിരുന്ന അതെല്ലാം പോയി. നമുക്കുള്ള സുറിയാനി പാരമ്പര്യത്തോടുള്ള നമ്മുടെ അഭിനിവേശം എല്ലാം പോയി. എങ്ങനെയും ഏതെങ്കിലുമൊക്കെ ആയി പോയാൽ മതി എന്ന് വിചാരിച്ചാൽ ഇപ്പോൾ നമ്മൾ പോകും. അതാണ് ഇപ്പോഴത്തെ നമ്മുടെ സഭയുടെ പ്രശ്നം. അപ്പൊ നമുക്ക് അച്ഛൻ പറഞ്ഞ ഈ കാര്യങ്ങൾ നമുക്ക് അതെന്ന് പറഞ്ഞാൽ പഴയ സുറിയാനി പാരമ്പര്യം അത് നമ്മളുടെ ജീവന്റെ ഭാഗമാണ്. സഭ മാത്രമല്ല, അച്ഛൻ പറഞ്ഞ 6 സഭകളും അതിന്റെ ഭാഗമാണ്. മാർത്തോമായുടെ പൈതൃകം തീർന്നവരാണ്. നമ്മുടെ ഏറ്റവും വലിയൊരു പ്രശ്നം ഈ സുറിയാനി അല്ലെങ്കിൽ വെസ്റ്റേൺ സഭയ്ക്ക് യൂറോപ്യൻസിന് അത് അംഗീകരിക്കാൻ ഇപ്പോഴും ബുദ്ധിമുട്ടാണ്. തോമസ് ലീഗ ഇന്ത്യയിൽ വന്നു എന്ന് അംഗീകരിക്കാൻ ഇപ്പോഴും ബുദ്ധിമുട്ടാണ്. കാരണം എന്താണെന്നറിയാം? കാരണം ഈ സാഹിബിന്റെ ഈ മേൽക്കോയ്മയുടെ ഒരു ഭാഗമാണ് അല്ലേ ഈ യൂറോപ്പ് എന്ന ക്രിസ്ത്യാനിയായി. യൂറോപ്പ് എന്ന ക്രിസ്ത്യാനിയായി AD 1000 1000 ക്രിസ്ത്യാനികളായ യൂറോപ്പുകാർ ഇവിടെ വന്ന് മിഷണറി പ്രവർത്തനം നടത്തിയെന്ന് പറയുമ്പോൾ AD 52 ഇവിടെ ക്രിസ്ത്യാനി ഉണ്ടായെന്ന് പറയുമ്പോൾ അവർക്ക് കുറവാണ്. സ്വാഭാവികം അല്ലേ? ഞങ്ങളൊക്കെ അവിടെ ചെല്ലുമ്പോൾ ഞങ്ങളോട് ചോദിക്കാറുണ്ട്, അച്ഛൻ്റെ അപ്പനാണോ വല്യപ്പനാണോ ക്രിസ്ത്യാനിയായി? ആ ഒരു കാഴ്ചപ്പാടിലാണ് അവർ ഇന്നും ഇന്ത്യൻ ക്രിസ്ത്യാനികളെ കാണുന്നത്. അപ്പൊ അതുകൊണ്ട് പറഞ്ഞ ചരിത്രം എഴുതി വെക്കുമ്പോ ഹിസ്റ്റോറി എന്നാ പറയുന്നത് അല്ലേ? ആണോ? ഹിസ്റ്ററി അല്ലേ? ഹിസ് സ്റ്റോറി, അവന്റെ ചരിത്രം, ജയിച്ചവന്റെ ചരിത്രമാണ് ഹിസ്റ്ററി, തോറ്റവന്റെ അല്ല. തോറ്റവന്റെ ചരിത്രമല്ല.
ജയിച്ചവന്റെ ചരിത്രമാണ് ഈസ്റ്റർ. അപ്പൊ അത് അവർ എഴുതി വെച്ചിരിക്കുന്നതനുസരിച്ചാണ്. ഇപ്പോൾ ഞങ്ങൾ കാണാൻ ഒരിക്കല് ബെനഡിക്ട് മാർപ്പാപ്പ പോലും അങ്ങനെ ഒരിക്കലൊരു പരാമർശം നടത്തി തോമസ് ഇന്ത്യ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു പരാമർശം ബെനഡിക്ട് മാർപ്പാപ്പ പോലും നടത്തി. പക്ഷെ അതിന്റെ പശ്ചാത്തലം ഇവിടെയാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ആദിമ നൂറ്റാണ്ട് മുതൽ ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു എന്ന് സമ്മതിക്കാൻ ഈ പറയുന്ന യൂറോപ്യൻ ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ മിഷണറിമാർക്ക് പ്രയാസമുണ്ട്. അതിന്റെ ഭാഗമാണ് ഇവിടെ വ്യക്തീകരണം നടന്നത്. പറഞ്ഞതുപോലെ ഈ പറയുന്ന 1599 പുനരോധത്തോടുകൂടി അത് പൂർത്തിയാകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം അവർ കണ്ടിരിക്കുന്ന ക്രിസ്ത്യാനി എന്ന് പറയുന്നത് യൂറോപ്പിലെ ലത്തീൻ സഭ അന്നുണ്ടായിരുന്ന ലത്തീൻ സഭയുടെ ക്രിസ്ത്യാനികളാണ്. ഇവിടെ വന്നപ്പോൾ മറ്റൊരു ആചാരവും മറ്റൊരു വിശ്വാസം ഒന്നാണെങ്കിലും മറ്റൊരു ആചാരത്തിൽ നിൽക്കുന്ന ഒരു സഭയെ കണ്ടപ്പോൾ ഇതൊരു പാഷണ്ഡതയാണ്, ഇതിനെ കത്തോലിക്കമാക്കണം എന്ന് വിചാരിച്ച് തന്നെ അവർ ചെയ്ത അവരുടെ നല്ല ശുദ്ധിയാണ്. അന്നത്തെ അവരുടെ ആ വിവരവും വിദ്യാഭ്യാസം അതിനെ അത്ര ഉണ്ടായിരുന്നത് കൊണ്ട് അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാം കത്തോലിക്കർ എന്ന് പറഞ്ഞാൽ ലത്തീൻ സഭയാണ്. മറ്റൊരു സഭയെക്കുറിച്ച് അവർക്ക് വലിയ അറിവില്ലാത്തത് കൊണ്ട് അവരങ്ങനെ സംഭവിച്ചതാണ്. ഫ്രാൻസിസ് സേവ്യറുടെ വിശുദ്ധനായ ഫ്രാൻസിസ് സേവ്യറുടെ പുസ്തകങ്ങളും ലെറ്ററുകളൊക്കെ വായിക്കുമ്പോൾ ഇതൊന്നും കൂടുതൽ മനസ്സിലാക്കണം അന്നത്തെ കാഴ്ചപ്പാട്. ഇവരെ മുഴുവൻ ക്രിസ്ത്യാനികളാക്കണമെന്നുള്ള കാഴ്ചപ്പാടുണ്ടായിരുന്നു ഫ്രാൻസിസ്. അപ്പം നമുക്ക് ആ ഒരു ചരിത്രം കണ്ടുകൊണ്ട് വേണം നമ്മൾ ഇതിനെ സമീപിക്കാൻ. അതുകൊണ്ട് ഇന്ന് ഇപ്പം നമുക്ക് ഈ ക്ലാസ് എടുത്ത അച്ഛന് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. ചരിത്രം ദൂരം വന്ന് നമുക്ക് വേണ്ടി ക്ലാസ്സൊക്കെ എടുത്തു. പ്രായത്തിൽ ഇതൊക്കെ തുടർന്നുകൊണ്ട് പോകുന്നത് നല്ലതാണ്. കാരണം ചരിത്രം പഠിക്കേണ്ടത് നല്ലതാണ്. ഞാനും ചരിത്രം പഠിക്കാൻ ആരംഭിച്ചത് അച്ഛനായി കഴിഞ്ഞാണ്. കാരണം സ്കൂളിൽ പഠിച്ച സമയത്ത് ഇതുപോലെ ആവശ്യമുണ്ടായിരുന്നൊരു വിഷയം വേറെ ഉണ്ട്. കാരണം വർഷങ്ങളൊക്കെ ഓർത്തിരിക്കണം എന്നുള്ള കാര്യമാണ്. പക്ഷെ യൂറോപ്പിൽ ചെന്ന് കഴിഞ്ഞ് ജർമ്മനി ചെന്ന് കഴിഞ്ഞ് ഇന്ത്യൻ സഭയെക്കുറിച്ചും ഇന്ത്യയെക്കുറിച്ചും ക്ലാസ്സുകളൊക്കെ എടുക്കേണ്ടി വന്നപ്പോൾ ചരിത്രം വായിക്കാനും പഠിക്കാനും തുടങ്ങിയപ്പോഴാണ് ചരിത്രത്തോടുള്ള ആവേശം കൂടിയത്. അത് പഠിക്കുന്നത് നല്ലതാണ്. ചരിത്രം പഠിക്കുന്നത് തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാനാണ്, മറ്റുള്ളവരെ കുറ്റമിരിക്കാനല്ല, തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ. അതിന് ഈ ക്ലാസ്സുകൾ 3